सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतया तरवोऽभिनेतु तं सर्वभूतहृदयं मुनिम् आनतोऽस्मि। ॐ ब्रह्मानन्दरसानुभूतिकलितैः पूतैः सुशीतैः सितैः युष्मद्वाक्खलशोज्झितैः श्रुतिसुखैः वाक्यामृतैः सेचय सन्तप्तं भवतापदावदहनज्वालाभिरेनं प्रभो धन्यास्ते भवति क्षणक्षणगते पात्रीकृता स्वीकृता। അജാമിള ഉപാഖ്യാനം നമ്മൾ കേട്ടുകഴിഞ്ഞു. അജാമിളൻ്റെ കാര്യത്തിൽ അനുഗ്രഹീതനായ ബ്രാഹ്മണനായിരുന്നു. അനുഷ്ഠാനങ്ങളിൽ വീഴ്ച വരുത്താത്ത ആളായിരുന്നു. എന്നിട്ട് പോലും സംഘദോഷം കൊണ്ട്, ദുസ്സംഗം കൊണ്ട് വളരെ മേൽ അധപ്പതിക്കാനിടയായി എന്ന വസ്തുത ചൂണ്ടിക്കാണിച്ചു. പക്ഷെ ജന്മാർജിത സംസ്കാരം അജാമിളന് വീണ്ടും ഭഗവത് നാമസ്മരണത്തിനും തുടർന്ന് മുക്തിപ്രാപ്തിക്കും അനുഗ്രഹമായി ഭവിച്ചു എന്ന കഥ നമ്മൾ കേൾക്കേണ്ടായി. ഇതോടനുബന്ധമായി വരുന്ന വൃത്രചരിതവും പൂർവസ്മൃതിയുടെ അനുഗ്രഹത്തെ പ്രകാശിപ്പിക്കുന്നതാണ്. ഒരസുരനായിട്ട് പോലും ആർജിത സംസ്കാരത്തിൻ്റെ പ്രാബല്യം യുദ്ധക്കളത്തിൽ പോലും ഭഗവത് അനുസ്മരണത്തിന് സഹായകമായി എന്ന പാഠം ആരാധനീയമാണ്, നമുക്ക് ആശ്വാസം പകരുന്നതും ആണ്. വൃത്രാസുരൻ ചിത്രകേതുവായിരുന്നു എന്നുള്ളതുകൊണ്ട് ചിത്രകേതുവിൻ്റെ ചരിതവും ഇവിടെ ചിന്തനീയമാവുന്നു. വൃത്രാസുര ചരിതത്തിൽ ഇന്ദ്രനുമായി ബന്ധപ്പെട്ട യുദ്ധമാണ് മുഖ്യമായി ചർച്ച ചെയ്യപ്പെടുക. അതിന് കാരണമായ സംഭവത്തെക്കുറിച്ച് ആണ് ശ്രീമദ് ഭാഗവതം ആദ്യം പറയുന്നത്. ഗുരുകൃപയുടെ പ്രാധാന്യം ഇവിടെ വളരെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ബൃഹസ്പതി ദേവന്മാരുടെ പൗരോഹിത്യത്തെ ഉപേക്ഷിച്ചു പോയി എന്നും അക്കാലത്ത് ദേവന്മാർ ഗുരു അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ട് സകല ശേഷിയും നശിച്ചവരായി എന്നും ഒക്കെ ശുകബ്രഹ്മർഷി പറഞ്ഞു നിർത്തിയപ്പോൾ പരീക്ഷിത് മഹാരാജാവിന് അറിയാൻ താല്പര്യമുണ്ടായി. കസ്യ ഹേതോ പരിത്യക്ത ആചാര്യേണ ആത്മനസുരാഹ ഏതതാചക്ഷ ഭഗവാൻ ശിഷ്യാണാം അക്രമം ഗുരോ. ഗുരോ ശിഷ്യാണാം അക്രമം. ഗുരുവിനോട് ശിഷ്യൻ എന്ത് അക്രമമാണ് കാണിച്ചത്
എന്തുകൊണ്ടാണ് ദേവന്മാരുടെയും ഇന്ദ്രൻ്റെയും ആചാര്യനായ ബൃഹസ്പതി വിട്ടുപോയത് എന്ന് സംശയം ചോദിച്ചു. അതിന് കാരണം പറയുന്നു. ദേവേന്ദ്രൻ ത്രിലോകാധിപത്യം ഉള്ളവനാകുന്നു. ആ നിലയിൽ അഹന്ത വന്നൂന. ഓരോ മന്വന്തരത്തിലും ഓരോരോ ഇന്ദ്രനായിരിക്കും. ഈ ഒരു മന്വന്തരത്തിലെ ഇന്ദ്രന് അഹന്തയുണ്ടായി. ഈ അഹന്ത കൊണ്ട് മതോന്മത്തനായ ദേവേന്ദ്രൻ സിംഹാസനത്തിൽ മരുത്തുക്കളോടും അഷ്ടവസുക്കളോടും രുദ്രന്മാരോടും ആദിത്യന്മാരോടും ഋഭുക്കളോടും അതുപോലെ തന്നെ സാധ്യ ചാരണ കിന്നര ഗന്ധർവന്മാരോടും അപ്സരസ്സുകളോടും മുനിവൃന്ദത്തോടുമൊക്കെ ഒപ്പം അവരാൽ സേവിതനായി സിംഹാസനത്തിൽ ആഘോഷമായിട്ടിരിക്കുകയായിരുന്നു. ഒപ്പം പത്നിയുമുണ്ട്. ഇങ്ങനെ സപത്നി സമേതനായി അവിടെ നടക്കുന്ന കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നൃത്തവുമൊക്കെ ആസ്വദിച്ച് രമിച്ചിരിക്കുന്ന ഈ ഇന്ദ്രൻ്റെ സദസ്സിലേക്ക് ഗുരുവര്യൻ പരമാചാര്യൻ പ്രവേശിച്ചു. പക്ഷേ സയഥാ പരമാചാര്യം ദേവാനാം ആത്മനശ്ച നാഭ്യനന്ദ സംപ്രാപ്തം പ്രത്യുത്ഥാന ആസനാദിഭിः. എഴുന്നേൽക്കുകയാവട്ടെ, ഗുരുവിനെ വരവേൽക്കുകയാവട്ടെ, വരണീയമായ പീഠം നൽകി ഉപചരിക്കുകയാവട്ടെ, പാദനമസ്കാരാദികളെ ചെയ്യുകയാവട്ടെ, ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, സഭയിൽ പ്രവേശിച്ച ഗുരുവിനെ കണ്ടിട്ട് ഒന്ന് അനങ്ങുക പോലും ചെയ്തില്ല എന്ന. ഇത് കണ്ടപ്പോൾ തതോ നിർഗത്യ സഹസ കവിരാംഗിരസ പ്രഭു ആയയോ സ്വഗൃഹം തൂഷ്ണിം വിദ്വാൻ ശ്രീമദവിക്രിയാം. എന്തുകൊണ്ടാണ് ഇന്ദ്രന് ഇങ്ങനെയൊരു ബുദ്ധിമോശം വന്നത്? സദാചാര ലംഘനം ഇന്ദ്രൻ്റെ പക്ഷത്തു നിന്ന് എന്തുകൊണ്ടുണ്ടായി എന്ന് നന്നായി അറിയുന്ന, തൻ്റെ ഐശ്വര്യത്തിലും അധികാര പ്രൗഢിയിലുമൊക്കെ മതോന്മത്തനായതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നറിയുന്ന ബൃഹസ്പതി അവിടെ ഏറെ നേരം നിന്നില്ല, വേഗം സ്വഗൃഹത്തിലേക്ക് പോയി. പക്ഷേ ഗുരു സഭ ഉപേക്ഷിച്ച് പോയതും ഇന്ദ്രന് പെട്ടെന്ന് തനിക്ക് പറ്റിയ അബദ്ധം അതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടായി. തർഹ്യേവ പ്രതിബുദ്ധ്യേന്ദ്രോ ഗുരുഹേളനമാത്മനഃ ഗർഹയാമാസ സദസി സ്വയം ആത്മാനമാത്മന. ഞാൻ ഗുരുനിന്ദ ചെയ്തവനായല്ലോ എന്ന് ബോധ്യം വന്നപ്പോൾ തന്നെ നിന്ദിച്ചു. ഒട്ടനെ തന്നെ ഗുരുവിനെ അന്വേഷിച്ചു പോയി. ഞാൻ എന്തേ എങ്ങനെ ഒരു വിചാരശൂന്യനായി പോയി എന്ന് വിഷമിച്ചുകൊണ്ട് ഗുരുവിനെ അന്വേഷിച്ചു ചെന്നു. പക്ഷേ ഗുരു ആകട്ടെ അധ്യാത്മമായയാ അദൃഷ്ടാം ഗതി, അധ്യാത്മമായ കൊണ്ട്, തൻ്റെ മായാശക്തിയെ കൊണ്ട് അദൃഷ്ടമായ ഗതിയെ പ്രാപിച്ചു, കാണാതായി. ദേവന്മാരോടൊപ്പം എല്ലായിടത്തും അന്വേഷിച്ച് നടന്നെങ്കിലും കണ്ടില്ല. ഗുരുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ദേവന്മാർ അധപ്പതിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അസുരന്മാരാകട്ടെ അവരുടെ ഗുരുവായ ശുക്രാചാര്യരെ വേണ്ട തരത്തിൽ പ്രസാദിപ്പിച്ചു. അതിൻ്റെ അനുഗ്രഹം അവർക്കുണ്ടായി. അങ്ങനെ തഞ്ചം നോക്കി അസുരന്മാർ ദേവലോകത്തെ ആക്രമിച്ചു. ദേവന്മാരെ അങ്ങേയറ്റം തോൽപ്പിച്ചു. സകല പ്രതാപങ്ങളും അസുരന്മാർക്ക് സ്വന്തമായി. ഈ ഒരു വിഷമസ്ഥിതിയിൽ സകല ദേവന്മാരും ഇന്ദ്രനോടുകൂടി സാക്ഷാൽ ബ്രഹ്മാവിനെ പ്രാപിച്ചു. ബ്രഹ്മാണം ശരണം ജഗ്മുഹ്. ബ്രഹ്മാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് മഹാമോഹം ഉണ്ടായി. ഈ മോഹം നിമിത്തം നിങ്ങൾ സദ്ഗുരു നിന്ദ ചെയ്തു. അങ്ങനെയാണ് നിങ്ങൾക്ക് ഐശ്വര്യ നഷ്ടമുണ്ടായത്, പ്രതാപങ്ങളൊക്കെ ഇല്ലാതായത്. മറുവശത്താകട്ടെ അസുരന്മാർ വളരെ നന്നായി സദ്ഗുരുവിനെ ആദരിച്ചു. അതിൻ്റെ പ്രസാദം അവർക്ക് കിട്ടി. ഇനി പരിഹാരം ഒന്നേ ഉള്ളൂ, ഒരു ഗുരുവിനെ സ്വന്തമാക്കണം. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യൂ,
നിങ്ങളുടെ തന്നെ ബന്ധുവായിട്ടുള്ള ആദിത്യന്മാരിൽ 12 ആദിത്യന്മാരിൽ ഒരാളായിട്ടുള്ള ത്വഷ്ടാവിന് ഒരു പുത്രനുണ്ട്. പക്ഷേ ഒരു സങ്കരമാണ്. ത്വഷ്ടാവ് ദേവപക്ഷമാണെങ്കിലും വിവാഹം കഴിച്ചത് അസുരപക്ഷത്തിലെ ഒരു പെൺകുട്ടിയെയാണ്, രചന എന്ന കുട്ടിയെയാണ്. അതിൽ ജനിച്ച വിശ്വരൂപൻ, ത്രിശിരസ് എന്നും പേരുണ്ട്, കാരണം 3 ശിരസാണ്. വിശ്വരൂപനെ നിങ്ങൾ പുരോഹിതനായിട്ട് സ്വീകരിക്കണം. തദ്വിശ്വരൂപം ഭജതാശു വിപ്രം തപസ്വിനം ത്വാഷ്ട്രമധാത്മവന്തം. ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ളവനും തപസ്വിയും അതുപോലെ തന്നെ പ്രശാന്ത ചിത്തനും ആയിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹത്തെ ആചാര്യനായിട്ട് നിങ്ങൾ വരിക്കുക. മാത്രവുമല്ല, അദ്ദേഹത്തിൽ ഒരിക്കലും ദോഷബുദ്ധി പുലർത്തരുത്. ഇങ്ങനെ ബ്രഹ്മാവ് താക്കീത് നൽകിയിട്ടുണ്ട്, ഒരപകടം വരാൻ സാധ്യതയുള്ളതേ. അതുകൊണ്ട് ദോഷബുദ്ധി പുലർത്തുകയും ചെയ്യരുത് എന്ന് പറഞ്ഞു. ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം ഗത്യന്തരമില്ലാത്തതുകൊണ്ട് ഇത് തന്നെയാണ് കരണീയം. പക്ഷേ ഈ വിശ്വരൂപൻ സമ്മതിക്കുമോ? ഏതായാലും പ്രശാന്ത ചിത്തനായ വിശ്വരൂപനെ സമീപിച്ചു. വലിയ പ്രേമ പാരവശ്യമൊക്കെ പ്രകടിപ്പിച്ചു. ബന്ധുത്വമൊക്കെ ആദ്യം തന്നെ വിസ്തരിച്ചു. അതിനുശേഷം പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ ആചാര്യസ്ഥാനം അലങ്കരിക്കണം. അപ്പം അതിൽ ടെക്നിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പിതൃസ്ഥാനീയരാണ്. അവരുടെ ആചാര്യനായിട്ട് എങ്ങനെ വിശ്വരൂപൻ നിൽക്കും എന്നാണെങ്കിൽ, ശ്രേഷ്ഠത്വം നിശ്ചയിക്കുന്നത് പ്രായം കൊണ്ടല്ല, വൃദ്ധത്വം പ്രായം കൊണ്ടുണ്ടാവാം, അതുപോലെ തന്നെ ജ്ഞാനം കൊണ്ടുണ്ടാവാം. വേദജ്ഞന എന്നുള്ള നിലയിൽ, വേദബോധം വേദസാരമറിയാം എന്നുള്ള നിലയിൽ ജ്യേഷ്ഠസ്ഥാനീയനാണ് അങ്ങ്. അതുകൊണ്ട് ഗുരുവായിരിക്കുന്നതിൽ വീഴ്ചയൊന്നുമില്ല, അപാകതയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് പൗരോഹിത്യം സ്വീകരിക്കാൻ വിശ്വരൂപനൊന്ന് മടിച്ചുതാ. എന്താ കാരണം? അത് വിഷയാസക്തന്മാർക്ക് മാത്രമേ താല്പര്യം ഉണ്ടാവുള്ളൂ. തത്വജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം നടവഴിയിലോ അല്ലെങ്കിൽ പാടത്തോ ഒക്കെ ഗൃഹസ്ഥന്മാർ ധാന്യ ശേഖരണമൊക്കെ നടത്തി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ വീണ് കിടക്കുന്നതൊക്കെ പെറുക്കിയെടുത്ത് അതുകൊണ്ട് ഉപജീവനം നിർവഹിക്കുക. ഇങ്ങനെയുള്ളൊരു ജീവിതമാണ് കരണീയം. എന്താ കാരണം? മറ്റൊരു ജീവിതം കൂടുതൽ ആസക്തിയിലേക്ക് വലിച്ചഴയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് സുരക്ഷിതമായ രീതി എന്നൊക്കെ ആണെങ്കിലും ഇവിടെ പിതൃസ്ഥാനീയരായിട്ടുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പറ്റില്ല എന്ന് പറയും. അതുകൊണ്ട് ഭവതാം പ്രാർത്ഥിതം സർവം പ്രാണൈഹി അർത്ഥൈഹി സാധയേ. നിങ്ങളാൽ പ്രാർത്ഥിച്ച കാര്യത്തെ ഞാൻ എൻ്റെ പ്രാണങ്ങളെ കൊണ്ടും അതേപോലെ തന്നെ അർത്ഥങ്ങളെ കൊണ്ടും സാധിപ്പിച്ചു തരുന്നതാണ് എന്ന് വാഗ്ദാനം ചെയ്തു. അതിനുശേഷം ശുക്രാചാര്യർ തൻ്റെ വിദ്യാബലം കൊണ്ട് അസുരന്മാർക്ക് വശകമാക്കി കൊടുത്ത സകല ഐശ്വര്യങ്ങളെയും വൈഷ്ണവീ വിദ്യ കൊണ്ട്, നാരായണ കവചം പോലുള്ള മഹത്തായ വിദ്യ കൊണ്ട് ഈ വിശ്വരൂപി ദേവന്മാർക്ക് തിരിച്ചു പിടിച്ചു കൊടുത്തു, വശകമാക്കി കൊടുത്തു. ഇതിൽ വളരെ സന്തുഷ്ടരായി ദേവന്മാർ. അങ്ങനെ അസുരപ്രതാപത്തെ മുഴുവൻ ദേവന്മാർക്ക് സംലഭ്യമാക്കി കൊടുത്ത് ദേവന്മാരെ നിർഭയരാക്കി മാറ്റിയ വിദ്യയെക്കുറിച്ച് കേൾക്കണം എന്ന് പരീക്ഷിത്ത് മഹാരാജാവ് അപേക്ഷിച്ചു. ആ സമയത്ത് സാക്ഷാൽ ശുഗബ്രഹ്മർഷി നാരായണ കവചം ഉപദേശിക്കുന്നു. നാരായണ കവചത്തെ സംബന്ധിച്ച് നമുക്ക് ശ്രദ്ധയുണ്ടാവുന്നത് നന്ന്. കാരണം കാലം മാറിയപ്പോൾ ഒരുപാട് സങ്കീർണതകൾ ലോകജീവിതത്തിലുണ്ട്. അതിൻ്റെ പ്രതിഫലനം അന്ധക്കരണത്തിലും ഉളവാകുന്നുണ്ട്. ഈ സമയത്ത് ഭഗവാൻ നാരായണോ ഹരിഹി, മഹാനായ ഭിഷഗ്വരൻ. ആരാണ്? ഏറ്റവും ആദരണീയനായ ഭിഷഗ്വരൻ, ആശ്രയിക്കാവുന്ന ഭിഷഗ്വരൻ
ഭഗവാൻ നാരായണോ ഹരിഹി, വൈദ്യോ നാരായണോ ഹരിഹി. വൈദ്യൻ നാരായണനാണ്, ഹരിയാണ്. എല്ലാ താപങ്ങളെയും ഹരിക്കാൻ സമർത്ഥനാണ്. അങ്ങനെയുള്ള നാരായണനെ ആശ്രയിക്കുന്നതിന് ഒരു നാരായണനെ കവചമായി രക്ഷയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിൽ തെറ്റില്ല. അത് തത്വബോധത്തിൻ്റെ വഴിയിൽ സഹായകമായിരിക്കും. മാത്രവുമല്ല, നിർഭയതയ്ക്ക് നാരായണ കവചം പ്രതിവിധിയായിട്ട് ഉപദേശിക്കാറുണ്ട്. നമുക്കും പലപ്പോഴും പല ബന്ധുജനങ്ങളെയൊക്കെ കാണാൻ പോകുന്ന സമയത്ത്, അസുഖമായിട്ടൊക്കെ കിടക്കുന്ന സമയത്ത്, കാണാൻ ചെല്ലുന്ന സമയത്ത് എന്താ പറയേണ്ടതെന്നൊന്നും ഒരു വലിയ ധാരണ ഉണ്ടാവാറില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ സന്ദർശനം വളരെ ഒരു വ്യാകുലത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവും. ഇപ്പം സനാതനധർമ്മികൾ എന്നുള്ള നിലയിൽ നമുക്ക് ഉപദിഷ്ടമായി കിട്ടിയിട്ടുള്ള ഈ നാരായണ കവചത്തെക്കുറിച്ച് ഗൗരവബുദ്ധി ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഒരു ചികിത്സയെ സംബന്ധിച്ചിടത്തോളം 5 ഘടകങ്ങൾ അനുകൂലമാവേണ്ടതുണ്ട് എന്ന് പറയും. ഒന്ന്, ഭിഷഗ്വരൻ. ഭിഷഗ്വരൻ്റെ യോഗ്യതയും അതുപോലെ തന്നെ കൈപുണ്യം എന്നൊക്കെ പറയില്ലേ, അത്തരം അനുഗ്രഹങ്ങൾ പ്രധാനമാണ്. അതുപോലെ തന്നെ രോഗിയുടെ മാനസികാവസ്ഥ പ്രധാനമാണ്. ഔഷധത്തിൻ്റെ നിർമ്മിതിയും അതിന് വേണ്ടി ശേഖരിച്ചിട്ടുള്ള അസംസ്കൃത പദാർത്ഥങ്ങളുടെ പ്രകൃതവും ഉണ്ടാക്കിയ രീതിയും മനോഭാവവും ഒക്കെ പ്രധാനമാണ്. അങ്ങനെ ഔഷധവും രോഗനിവാരണ വിഷയത്തിൽ മുഖ്യ പ്രാധാന്യം വഹിക്കുന്നു. പിന്നെയുള്ളത് പഥ്യമാണ്. പഥ്യം എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പാടാത്തതിൻ്റെ ലിസ്റ്റാണ് നമ്മൾ പഥ്യത്തിൻ്റെ പേരിൽ പറയാറ്. ശരിക്കും അങ്ങനെയല്ല. ഈ രോഗ അവസ്ഥയിൽ, ആതുരാവസ്ഥയിൽ ഒരാൾക്ക് കഴിക്കാൻ യോഗ്യമായത് എന്തോ അതാണ് അയാൾക്ക് പഥ്യം, ഇഷ്ടം, സുഗമമായത്. അപ്പം ആ നിലയിലുള്ള പഥ്യാചരണം പ്രധാനമാണ്. അരുതാത്തത് കഴിച്ചുകൂടാ. ഇതേപോലെ തന്നെ പ്രധാനമാണ് ബൈസ്റ്റാൻഡറായിട്ട് വന്ന് നിൽക്കുന്ന ആൾ, സേവകൻ. ഈ 5 കാര്യങ്ങൾ അനുകൂലമായാലേ രോഗം മാറി കിട്ടുള്ളൂ എന്നാണ്. ഈ 5 കാര്യങ്ങളിലും വികല്പം ഉണ്ടാക്കും പ്രകാരമാണ് ഇന്ന് രോഗനിവാരണ വിഷയത്തിൽ പ്രവൃത്തി കാണുന്നത്. ഒരു രോഗിയെ കാണാൻ ചെല്ലുന്ന സമയത്ത് കാണാൻ ചെല്ലുന്ന ആൾ ഈ 5ാമത്തെ ആളാണ്. അവിടെ ചെന്നിട്ട് ഏത് ഡോക്ടറെയാണ് കാണിച്ചത് എന്ന് ചോദിക്കുന്നു. ഏത് മരുന്നാണ് കഴിക്കണത് എന്ന് ചോദിക്കുന്നു. ഇത് മതി, സുഖമായി വരും എന്ന് ആശ്വസിപ്പിക്കുന്നതിന് പകരം ആ ഡോക്ടറെയാണ് കാണിച്ചത്, അയ്യേ തീരെ ശരിയായില്ല കേട്ടോ എന്നൊരു വികല്പം ജനിപ്പിച്ചിട്ടാണ് പോവുക. സ്വാമി ഓരോന്നെടുത്ത് വിസ്തരിക്കുന്നില്ല. ഒരു രോഗിയെ കാണാൻ പോകുന്ന സമയത്ത് ഭിഷഗ്വരന്മാർ, ഡോക്ടർമാരടക്കം പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. മരുന്ന് എന്നുള്ളത് ശരീരത്തിൻ്റെ വ്യവസ്ഥയെ സഹായിക്കുന്നതിന് വേണ്ടി നൽകുന്ന ഒരു ഉപാധി മാത്രമാണ്. ഒരു ഔഷധവും രോഗത്തെ നിവാരണം ചെയ്യാൻ സമർത്ഥം അല്ല. ഇത് അലോപ്പതി ഡോക്ടർമാരും നിരീക്ഷിച്ച് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. രോഗി എത്രത്തോളം ഇച്ഛാശക്തി ഉള്ളവളായിരിക്കുന്നു, ഇത് പ്രധാനമാണ്. അതുകൊണ്ട് രോഗനിവാരണ വിഷയത്തിൽ ഇച്ഛാശക്തിയെ ഉണർത്തുക. ശരീരത്തിൽ എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും അതിനെ പരിഹരിക്കാൻ വേണ്ടി ശരീരത്തിലെ സിസ്റ്റം അത് വളരെ കുശലതയോടെ ഉത്സാഹിക്കുന്നുണ്ട്. ശ്രീനാരായണൻ്റെ അധ്യക്ഷതയിൽ അത് നടക്കുന്ന സമയത്ത് വിശ്വാസപൂർവം അതിന് അനുവാദം കൊടുക്കണം. ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോകണം. ഈ അടുത്ത് പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ബാംഗ്ലൂരിൽ വെച്ച് വളരെ ദ്രോഹിക്കപ്പെട്ട ഒരു അമ്മ, അവർ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ നടക്കാറായി. അതിനെക്കുറിച്ച് അവർ പറയണത് ഇച്ഛാശക്തി കൊണ്ട്, ഡോക്ടർമാർ സമ്മതിച്ചതാണ്, ഇവരുടെ ഇച്ഛാശക്തിയാണ് സഹായകമായത്. ആധിയും വ്യാധിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരത്തിൽ പെട്ടുഴലുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വര മാർഗത്തിലേക്ക് പുരോഗമിക്കുന്നതിന്
വ്യാധിയെ ഒഴിവാക്കി ആധിയെ ജയിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നാരായണ കവചം എന്ന ഉപദേശം നമുക്കൊക്കെ സ്വീകരിക്കാൻ ശ്രദ്ധയുണ്ടാവട്ടെ. ജ്ഞാനാദേവതു കൈവല്യം എന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ജ്ഞാനാർജനാർത്ഥം, ജ്ഞാനത്തെ നേടുന്നതിന് അന്ധഃകരണം അനുകൂലമാവണമെങ്കിൽ അവിടെ ആധി ഉണ്ടാവരുത്. ആധിയാണ് വ്യാധിക്ക് കാരണമാവുന്നത് എന്ന രോഗവിഷയത്തിൽ ആയുർവേദം നിരീക്ഷിച്ചിട്ടുണ്ട്. ആധിയാണ് വ്യാധിക്ക് കാരണമാകുന്നത്. ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്നാണ്. പാപചിന്തകൾ, പാപം ചെയ്തതിൻ്റെ പശ്ചാത്താപ ചിന്തകളൊക്കെയാണ് രോഗമായിട്ട് പ്രകടമാവുക. അതുകൊണ്ട് ആധി ഒഴിവാക്കാൻ നാരായണനെ സർവപ്രകാരേണയും ആശ്രയിക്കുന്നതിന് നാരായണ കവചം ഉപദിഷ്ടമായിരിക്കുന്നു. അപ്പം നമുക്ക് ഒരാൾക്ക് രോഗം വന്നാൽ വാഗ്ദാനം ചെയ്യാം, ഞാൻ നാരായണ കവചം ചൊല്ലാട്ടോ. അതുപോലെ രോഗിയായിട്ട് വല്ലാതെ വിഷമിച്ചിരിക്കുന്നവരോട് പറയുക, ഒക്കെ നേരെയാവും നാരായണൻ വിചാരിച്ചാൽ. അതുകൊണ്ട് നാരായണ കവചത്തെ ചൊല്ലിക്കോളൂ, ആചരിച്ചോളൂ എന്നിങ്ങനെയൊക്കെ പറയാം. മറിച്ച് അവിടെ പോയി അതുവരെ ചിരിച്ച് കളിച്ചുകൊണ്ടൊക്കെയാണ് ചെല്ലുക. ആ രോഗി കിടക്കുന്ന മുറിയിൽ അങ്ങോട്ട് കയറി രോഗിയെ ആകത്തുകയിൽ ഇങ്ങനെ നോക്കി എന്തെങ്കിലും പറയണ്ടേ എന്ന് വിചാരിച്ചിട്ട് തലവേദന ഉണ്ടല്ലേ എന്നൊരു കുശലം ചോദിക്കേ. അപ്പോൾ ഇയാൾ ഉള്ളിൽ പറയുക, ഇതുവരെ ഉണ്ടായിരുന്നില്ല, അപ്പം തുടങ്ങിയെന്ന്. അതിപ്പോൾ നമ്മൾ ചെന്ന് ഈ ഒരു ഭാവപ്രകടനമൊക്കെ കാണിക്കണോണ്ട് തുടങ്ങിയതാണാവോ എന്ന്. നമുക്ക് ഇത്തിരിയെങ്കിലും അനുകമ്പയുണ്ടെങ്കിൽ ചെയ്യാനുള്ളത് നാരായണനെ ആശ്രയിക്കാൻ പറഞ്ഞു കൊടുക്കലാവുന്നു, നാരായണ കവചം ചൊല്ലിക്കൊടുക്കലാവുന്നു, നാരായണ കവചം അവർക്ക് വേണ്ടി ചൊല്ലാമെന്ന് വാഗ്ദാനം ചെയ്യലാകുന്നു, അവരെ കൊണ്ട് നാരായണ കവചം ചൊല്ലിക്കലായിരുന്നു ആവും. ഇതെങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ സഹായിക്കുന്നത് എന്നാണെങ്കിൽ, ശരീരത്തിൻ്റെ ഉള്ളിലൊരു സുവ്യവസ്ഥിതമായ സിസ്റ്റമുണ്ട്. ആ സംവിധാനം നിവാരണത്തിന് ജാഗ്രത പുലർത്തുന്നുണ്ട്. അതിന് കരുത്തു പകരാൻ ഈ നിലയിലുള്ള ശുഭചിന്തനം സഹായിക്കും. ഇത്രയും ഈ വിഷയത്തിൽ ആമുഖമായി പറഞ്ഞുകൊണ്ട് ഓടിച്ച് നാരായണ കവചത്തിൽ മന്ത്രം നമ്മളിപ്പോൾ പഠിക്കുന്നില്ല. നാരായണ കവചത്തിൽ ഓടിച്ച് എങ്ങനെയൊക്കെയാണ് രക്ഷ പ്രാർത്ഥിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് കാണാം. ഈ രക്ഷ പ്രാർത്ഥിക്കപ്പെട്ടതിൻ്റെ വിശദാംശം ആലോചിക്കുന്നത് നന്ന്. അതിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല, കാരണം നമുക്ക് ചരിതം 2 പൂർത്തിയാക്കാനുണ്ടല്ലോ, അതുകൊണ്ട്. പക്ഷെ ഓടിച്ച് ദിക്കിൽ നിന്ന് ഉണ്ടാകുന്ന അപായങ്ങളിൽ നിന്ന് രക്ഷ പ്രാർത്ഥിക്കുന്നുണ്ട്. ജലത്തിൽ നിന്ന് മത്സ്യാവതാരമൂർത്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് രക്ഷ ആഗ്രഹിക്കുന്നു. ഭൂമിയിൽ എവിടെ ചരിക്കുമ്പോഴും നമുക്ക് ആശ്വാസമായിട്ട് വാമനപ്രഭുവിൻ്റെ അനുഗ്രഹത്തെ പ്രാർത്ഥിച്ചുണർത്തുന്നു. ആകാശത്തിൽ ഇതേ വാമനപ്രഭു തന്നെ ത്രിവിക്രമനായല്ലോ, ആ പ്രഭുവിനെയാണ് ആകാശ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നത്. കാട്ടിലും യുദ്ധഭൂമിയിലും സാക്ഷാൽ നരസിംഹമൂർത്തിയെയാണ് പ്രാർത്ഥിച്ചുണർത്തുന്നതെങ്കിൽ, വഴികളിൽ സഞ്ചരിക്കുന്ന സമയത്ത് വരാഹമൂർത്തി അനുഗ്രഹിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പർവ്വത ശിഖരങ്ങളിലാണെങ്കിൽ സാക്ഷാൽ പരശുരാമ മൂർത്തിയെയാണ് ആരാധിക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു. അന്യദേശവാസത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി ലക്ഷ്മണ ഭരത സമേതനായ ശ്രീരാമചന്ദ്ര പ്രഭുവിനെയാണ് ആരാധിക്കേണ്ടത്. ഇവരൊക്കെ അതാത് സ്ഥലങ്ങളിൽ രക്ഷ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച ശേഷം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വീഴ്ച വരികയാണെങ്കിൽ, പ്രമാദം പറ്റിപ്പോയാൽ ആരെയാ പ്രാർത്ഥിക്കുക? സാക്ഷാൽ നാരായണനെ പ്രാർത്ഥിച്ചാൽ മതി. നാരായണൻ നമുക്ക് സംഭവിക്കുന്ന പ്രമാദങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. ഗർവം വന്നാലോ, അനാവശ്യമായിട്ടുള്ള അഭിമാനമൊക്കെ വരികയാണെങ്കിലോ, നരൻ എന്ന ഭഗവത് അവതാരത്തെ, നരനാരായണന്മാരിൽ നരനെ ആശ്രയിക്കാം. യോഗ വിഷയത്തിൽ ഭ്രംശം വന്നു കഴിഞ്ഞാൽ, യോഗാനുഷ്ഠാന വിഷയത്തിലൊക്കെ ഭ്രംശം വരികയാണെങ്കിൽ ദത്താത്രേയമൂർത്തിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർമ്മബന്ധത്തിൻ്റെ മോക്ഷത്തിനായിക്കൊണ്ട് സാക്ഷാൽ കപിലമാമുനിയെ ആരാധിക്കാൻ നാരായണ കവചം ഉപദേശിക്കുന്നു. ഇതേപോലെ തന്നെ കാമാദി ദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കാമാദികളെ ജയിച്ചിട്ടുള്ള സനകാദി ഋഷീശ്വരന്മാരെയാണ് ആരാധിക്കേണ്ടത്. പൂജ ചെയ്യുന്ന കാര്യത്തിലൊക്കെ വീഴ്ച വന്നു കഴിഞ്ഞാൽ എവിടെയും എത്തിച്ചേരാൻ സന്നദ്ധനായി നിൽക്കുന്ന ശ്രീ നാരദരെ പ്രാർത്ഥിച്ചാൽ മതി. അപഥ്യ ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന
അനാരോഗ്യാവസ്ഥകൾക്കും രോഗങ്ങൾക്കുമൊക്കെ പരിഹാരമായി ധന്വന്തരി മൂർത്തിയെയാണ് പ്രാർത്ഥിച്ചുണർത്തേണ്ടത്. ഇതുപോലെ ശീതോഷ്ണാദി പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് ഋഷഭദേവനെയാണ് ആരാധിക്കേണ്ടത്. ലോകാപവാദത്തിൽ നിന്ന് മുക്തി നേടുന്നതിനായിക്കൊണ്ട് യജ്ഞമൂർത്തിയെ ആരാധിക്കണം. ജനദ്രോഹത്തിൽ നിന്ന് പ്രയാസം ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് രക്ഷയ്ക്കായിക്കൊണ്ട് സാക്ഷാൽ ബലരാമസ്വാമികളെ ആശ്രയിക്കാം. ഇതുപോലെ സർപ്പഭയങ്ങളിൽ നിന്നുള്ള മോചനത്തിന് സാക്ഷാൽ ആദിശേഷനെയാണ് ആരാധിക്കേണ്ടത്, അജ്ഞാനത്തിൽ നിന്നുള്ള മുക്തിക്കായിക്കൊണ്ട്. വേദാന്ത ശാസ്ത്രങ്ങളെയൊക്കെ അതീവ കാരുണ്യത്തോടെ ഉപദേശിച്ചു തന്ന വേദവ്യാസരെയാണ് ആശ്രയിക്കേണ്ടത്. ശാസ്ത്രവിരുദ്ധ ചിന്തയും ആലസ്യവും കർമ്മത്തിൽ പിഴവും ഒക്കെ വരികയാണെങ്കിൽ ഭഗവാന്റെ തന്നെ വിശേഷാവതാരമായിട്ടുള്ള ബുദ്ധദേവനെയാണ് ആശ്രയിക്കേണ്ടത്. പ്രാതകാലത്ത് കേശവനെയും തുടർന്ന് ഗോവിന്ദനെയും അതിനുശേഷമുള്ള സമയത്ത് നാരായണനെയും ആരാധിക്കണം. മധ്യാഹ്നത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹൃതമാവുന്നതിന് വേണ്ടി വിഷ്ണുവിനെ ആരാധിക്കാം. അപരാഹ്നത്തിലാകട്ടെ മധുവൈരിയെയാണ് ആശ്രയിക്കേണ്ടത്. സായങ്കാലത്ത് മാധവനെ ആശ്രയിക്കണമെന്നും പ്രദോഷ സമയത്ത് ഋഷികേശനെ ആരാധിക്കണമെന്നും രാത്രി നിദ്രാവസ്ഥയിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ സാക്ഷാൽ പത്മനാഭസ്വാമിയെയാണ് ആശ്രയിക്കേണ്ടത്, ആദരിക്കേണ്ടതെന്നും നാരായണ കവചം നമ്മെ അറിയിക്കുന്നു. പിന്നീട് ഭഗവാന്റെ ആയുധങ്ങളെ ഓരോന്നിനെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിർഭയത പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന രംഗമുണ്ട്. ഒടുവിൽ തത്വചിന്താപരമായ രക്ഷ. ഇതൊക്കെ ചിന്തിച്ചു പോകാൻ ഏറെ സൗകര്യങ്ങൾ തരുന്ന പാഠങ്ങളാണ്. തത്വചിന്ത പറഞ്ഞിട്ട് ഈ പ്രവചനം സത്യമാകയാൽ ആ സത്യം ഞങ്ങളെ രക്ഷിക്കട്ടെ. സത്യം എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുക? സത്യം നമ്മെ മിഥ്യാവബോധത്തിൽ നിന്നും മിഥ്യാപരിഭ്രമങ്ങളിൽ നിന്നും ഉദ്ധരിക്കാൻ സമർത്ഥമാവും. ഉദാഹരണമായിട്ട് യഥാഹി ഭഗവാനേവ വസ്തുത സദസച്ചയത് സത്യേന അനേന നഃ സർവേ യാന്തു നാശമുപദ്രവാഹ. ഭഗവാനാണ് സ്ഥൂല സൂക്ഷ്മമായി അഥവാ കാര്യകാരണമായി ഈ പ്രപഞ്ചത്തിലെങ്ങും അനന്യമായി പരിലസിക്കുന്നതെങ്കിൽ, ഈ പ്രസ്താവന സത്യമാണെങ്കിൽ സകല ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ഈ പ്രസ്താവന നിർഭയതയെ അരുളട്ടെ, ഉപദ്രവരക്ഷ പ്രദാനം ചെയ്യട്ടെ. ഇപ്പം സത്യപ്രസ്താവന അതിൽ അഭിരമിക്കുന്നത് കൊണ്ടുള്ള മിഥ്യാധാരണകളെ നിരാകരിക്കാൻ സഹായിക്കുന്ന പ്രകാരത്തിലാണ് നമ്മെ സഹായിക്കുക. അങ്ങനെയും പ്രാർത്ഥിക്കപ്പെടുന്നുണ്ട്. എല്ലാം ഭഗവാനാണെന്ന് അറിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വികല്പങ്ങളൊന്നുമില്ല. അല്ലാത്തവരെങ്ങനെയാണ് മുക്തിക്കായിക്കൊണ്ട് യത്നിക്കേണ്ടതെന്നാണെങ്കിലോ പറയണു, എല്ലാം ഭഗവാന്റെ ഭൂഷണങ്ങളായിട്ട് ആഭരണങ്ങളായിട്ട് എണ്ണി ആരാധിച്ചോളണം. ഈ ഉപദേശപ്രകാരം പലയിടത്തും നമുക്ക് കാണാം. അഷ്ടമൂർത്തിഭൃത് ദേവപൂജനം. അഷ്ടമൂർത്തിയായി പരിലസിക്കുന്ന ഭഗവാനാണ് ഈ പ്രപഞ്ചം എന്ന് പൂജിക്കണം എന്നുള്ള നിലയിലൊക്കെയുള്ള ഉപദേശങ്ങളൊക്കെ അന്യത്രേ കാണാം. ഇപ്പം ഈ നാരായണ കവചം ആധി ഒഴിവാക്കാൻ, ആധിയെ അകറ്റാൻ, ആധി പറഞ്ഞ മനസ്സിൻ്റെ ടെൻഷൻ, പരിഭ്രമം എന്ന ഒരുപാട് ഊർജമാണ് മാനസിക വ്യാകുലതകൾ കൊണ്ട് നഷ്ടമായി പോകുന്നത്. അതൊക്കെ പരിഹരിക്കാൻ സഹായകമാവും. അതുകൊണ്ട് നാരായണ കവചത്തെ നമുക്ക് നന്നായി ഹൃദിസ്ഥമാക്കാനും പ്രയോജനപ്പെടുത്താനും സാധിക്കുമാറാവട്ടെ. ഇപ്രകാരം നാരായണ കവചം ദേവേന്ദ്രന് വിശിഷ്യ ഉപദേശിച്ചു കൊടുത്തു. അതോടുകൂടി ദേവന്മാർ കരുത്തന്മാരായി. ഇങ്ങനെ നാളുകൾ പുരോഗമിക്കുമ്പോഴാണ് ഒരു ദിവസം ദേവേന്ദ്രൻ ആ കാഴ്ച കണ്ടത്. എന്താ കാഴ്ച? ത്രിശിരസ്. അദ്ദേഹം 3 ശിരസ്സുകൾ കൊണ്ട് 3 വൃത്തികൾ ചെയ്യുന്നതാണ്. അസുരവൃത്തിയും ദേവവൃത്തിയും മനുഷ്യവൃത്തിയും. അങ്ങനെ ചെയ്യുന്ന ത്രിശിരസ് ഒരു ദിവസം യാഗം ചെയ്യുമ്പോൾ ദേവേന്ദ്രൻ കണ്ടു എന്നാണ്. എന്താ കാഴ്ച കണ്ടത്? പരോക്ഷം അസുരാൻ പ്രതി
മാതൃസ്നേഹവശാനുക, അമ്മയോടുള്ള സ്നേഹം കൊണ്ട് പ്രത്യക്ഷത്തിൽ ദേവന്മാർക്ക് വേണ്ടി ഹവിസർപ്പിക്കുകയും പരോക്ഷമായി അസുരന്മാർക്ക് വേണ്ടി ഹവിസർപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടു. ഇത് കണ്ടതോടുകൂടി ഇന്ദ്രന് ക്ഷമ നശിച്ചു. എന്നിട്ടോ വാളെടുത്ത് 3 ശിരസ്സുകളും അറുത്തു. ഇതോടുകൂടി ബ്രഹ്മഹത്യ പാപം ഉണ്ടായി. ഈ പാപത്തെ പകുത്ത് നൽകുകയുണ്ടായി ഇന്ദ്രൻ. ഭൂമിക്കും വൃക്ഷത്തിനും അതുപോലെ സ്ത്രീകൾക്കും ജലത്തിനുമായിട്ട് പകുത്തു നൽകി. അത് സ്വീകരിക്കുന്നതിന് അവർ തയ്യാറായതുകൊണ്ട് അവർക്ക് വരവും ദേവേന്ദ്രൻ അനുഗ്രഹിച്ചു നൽകിയെന്നാണ്. വിവരമറിഞ്ഞ ത്വഷ്ടാവ് ദേവപക്ഷപാതിയാണെങ്കിലും ഇന്ദ്രൻ ചെയ്ത ദ്രോഹം സഹിക്കവയ്യാതെ ത്വഷ്ടാവ് ഇന്ദ്രനെ കൊല്ലുന്നതിന് ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു ആഭിചാരക്രിയയെ ചെയ്തു. അതിൽ ഇന്ദ്രശത്രോ വിവർദ്ധസ്വ, ഇന്ദ്രൻ്റെ ശത്രു വർദ്ധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ സ്വരിച്ചു ചൊല്ലുന്നതിൽ വീഴ്ച വരുത്താൻ പാടില്ല എന്നതിന് ദൃഷ്ടാന്തമായിട്ട് പറയും. ഇന്ദ്രശത്രോ വിവർദ്ധസ്വ എന്ന പ്രയോഗത്തിൽ ശരിയായ രീതിയിലല്ല സ്വരിച്ച് ചൊല്ലിയത് എന്നുള്ളതുകൊണ്ട്, സമ്പ്രദായമനുസരിച്ചല്ല ചൊല്ലിയത് എന്നുള്ളതുകൊണ്ട്, സ്ഖലിതം സംഭവിച്ചതുകൊണ്ട് ഇന്ദ്രനാകുന്ന ശത്രുവോടുകൂടിയവനായി എന്ന് ഈ സത്വത്തെ വിശേഷിപ്പിച്ചു. അതോടുകൂടി ഇന്ദ്രൻ ശത്രുവായി വന്ന് ഇയാളെ കൊല്ലുന്ന അവസ്ഥയുണ്ടായി എന്നാണ്. ഏതായാലും പ്രാർത്ഥനയനുസരിച്ച്, ആഭിചാരക്രിയ ചെയ്തതനുസരിച്ച് ഭീകരമായൊരു സത്വം അവിടെ പ്രത്യക്ഷപ്പെട്ടു. യുഗാവസാനത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ ഹരിക്കാൻ എന്നോണം അവതരിച്ച് രുദ്രനെ പോലെ ഭീകരമായൊരു സത്വം, ചുട്ടരിച്ച പർവ്വതം പോലെ ദേഹം, അതുപോലെ തന്നെ കനൽ കമ്പികൾ പോലെ മുടി, കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ പോലുള്ള കണ്ണ്, നാക്കുകൊണ്ട് നക്ഷത്രങ്ങളെ നക്കി തുടയ്ക്കും പാകത്തിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു വന്നു. ഈ വൃത്രാസുരൻ എന്ന് പറയാൻ കാരണം എന്താണ്? തൻ്റെ വർണ്ണം കൊണ്ട്, തമസ്സുകൊണ്ട് ലോകത്തെ മുഴുവൻ മറയ്ക്കാൻ സമർത്ഥനാണ്. അതുകൊണ്ട് ആവരണം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ വൃത്രാസുരൻ. മറ്റൊരർത്ഥവും കൂടി പറഞ്ഞു കാണുന്നു, പാപം മുഴുവൻ മൂർത്തിഭാവത്തെ സ്വീകരിച്ചുവോ എന്ന് തോന്നുമാറ് വൃത്രാസുരൻ. ഈ ഒരു പ്രയോഗത്തിൽ ഇത്തിരി ആശങ്കയുണ്ടാവും. കാരണം മഹാഭക്തനായിട്ട് പിന്നീട് കാണുന്നു. അതുകൊണ്ട് പോലെ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കാം. പാപിഷ്ഠനല്ല, പക്ഷേ പാപമൊക്കെ രൂപമെടുത്ത് വന്നാൽ ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവും എന്നൊരു കൽപ്പന. അങ്ങനെയുള്ള വൃത്രാസുരൻ ആയുധപ്രയോഗങ്ങളുമായിട്ട് ദേവന്മാരുടെ നേരെ കുതിച്ചു. ദേവന്മാർക്കാകട്ടെ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഗത്യന്തരമില്ലാതെ അവരെല്ലാവരും അന്തര്യാമിയെ ആരാധിച്ചു. ഇത് നമുക്ക് മാർഗദർശനം നൽകുന്നതാണ്. ഈ അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള യുദ്ധമെന്ന് പറയുന്നത് വൈയക്തികമായിട്ട് ആലോചിക്കുമ്പോൾ, ആധ്യാത്മികമായി ചിന്തിക്കുമ്പോൾ നമ്മിലെ തന്നെ ദുരുപദിഷ്ടമായ താല്പര്യങ്ങൾ, ഇന്ദ്രിയ ഭോഗ സംബന്ധിയായ താല്പര്യങ്ങൾ, അതും ധർമാനുസാരി അല്ലാത്ത താല്പര്യങ്ങൾ. ഭഗവാൻ ഗീതയിൽ ധർമാനുസാരിയായ കാമത്തെ അനുവദിച്ചിട്ടുണ്ട്. അത് ഞാൻ തന്നെയാണ് എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ധർമ്മവിരുദ്ധമായ കാമം നമ്മളെ വലിച്ചഴയ്ക്കുമ്പോൾ അതിനെ ആസുരപക്ഷമായി കാണണം. മറിച്ച് ആത്മാനുസന്ധാന തത്പരത അതുണരുന്ന സമയത്ത് അത് ദേവപക്ഷമാണ്, ശ്രേയസ്സിൻ്റെ പക്ഷമാണ്. ഇത് തമ്മിലുള്ള പോരാട്ടം എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ദൈവീ സമ്പത്തും ആസുരീ സമ്പത്തും. ഈ പോരാട്ടത്തിൽ ചിലപ്പോൾ ബ്രഹ്മാവിനെ ആശ്രയിച്ചാൽ മതിയാവും. അവിടെ ബ്രഹ്മാവ് ബുദ്ധി എന്ന അർത്ഥത്തിൽ വിവേകബുദ്ധിയെ ആശ്രയിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ആചാര്യന്മാർ വിശകലനം ചെയ്യാറ്. ഇനി ചിലപ്പോൾ ബുദ്ധിക്കും വേണ്ടത്ര സാമർഥ്യമില്ലെന്ന് വന്നാലോ, ആ സമയത്ത് പരമാധ്യക്ഷനായ
അന്തര്യാമിയെ, പ്രഭുവിനെ ആശ്രയിച്ചോളണം. അഹന്തയെ അല്ല, അന്തര്യാമിയെ. ഭഗവാൻ ഗീതയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഉപദ്രഷ്ടാനുമന്താച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേപി ചാപ്യുക്തഃ ദേഹേസ്മിൻ പുരുഷഃ പരഃ. ഈ ദേഹത്തിലെ പരമപുരുഷൻ അന്തര്യാമി. ഉപദ്രഷ്ടാവായും അനുമന്താവായും ഭർത്താവായും ഭോക്താവായും മഹേശ്വരനായും ഒക്കെ. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറയും, എത്രത്തോളം നമ്മൾ സമർപ്പണത്തെ ചെയ്യുന്നുവോ അത്രത്തോളം ഭഗവാൻ യഥാക്രമം ഉപദ്രഷ്ടാവായി, അനുമന്താവായി, ഭർത്താവായി, ഭോക്താവായി, മഹേശ്വരനായി, പരമാത്മാവായി ഒക്കെ അനുഗ്രഹിക്കും. സമർപ്പണത്തിൻ്റെ തോത് നോക്കി ഭഗവത് അനുഗ്രഹം. സമ്പൂർണ്ണ സമർപ്പണം സാധിക്കുമ്പോഴോ പരമാത്മാവായി നിന്ന് ആ പരമപുരുഷൻ നമ്മളെ സ്വസ്ഥരാക്കും, മുക്തരാക്കും. ആ പ്രഭുവിനെ ആശ്രയിക്കണം. ഭഗവാൻ പറയണു, ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. ഈ ജീവിതായോധനത്തിൽ, ദേവാസുര യുദ്ധത്തിൽ ശാന്തി വേണമോ? സകല കർമ്മങ്ങളുടെയും ഭോക്താവായ, യജ്ഞതപസ്സുകളുടെയൊക്കെ ഭോക്താവായ, സകല ഭൂതജാലങ്ങളുടെയും സുഹൃത്തായ ഈ അന്തര്യാമിയെ ആശ്രയിച്ചാൽ മതി. അന്തര്യാമിയെ തന്നെയാണ് വൈകുണ്ഠവാസിയായ വിഷ്ണുവായും പരിചയപ്പെടുത്തി തരുന്നത്. പ്രപഞ്ചം മുഴുവൻ ഭരിക്കുന്ന ഒരു ഈശ്വരനെ അനുധ്യാനം ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു വിശ്വാസക്കുറവുണ്ടാവും. അതുകൊണ്ട് വൈകുണ്ഠവാസിയായി ഒക്കെ പരിചയപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. സകല ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞനേകൻ ഞാനാണ്. അതുകൊണ്ട് അവനവൻ്റെ വ്യക്തിത്വങ്ങളുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് ഇറങ്ങുമ്പോൾ ആ പരമപുരുഷനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. കഥാ സന്ദർഭത്തിലേക്ക് വരാം. അപ്പം നമ്മൾക്ക് ജീവിതത്തിൽ അവിടെ ഉണ്ടാവുന്ന അന്തസംഘർഷങ്ങളിലൊക്കെ അന്തര്യാമിയെ ആശ്രയിക്കാൻ കരുത്തുണ്ടാവട്ടെ. ആ പാഠമാണ് ഇവിടെ ഓർമ്മിക്കാനുള്ളത്. കഥയിലേക്ക് വരാം. സർവ അന്തര്യാമിയെ സ്തോത്രം ചെയ്തു. സകല പദാർത്ഥ പ്രാണിധർമ്മങ്ങളും വിട്ടുവീഴ്ചയില്ലാതെ നിർവഹിക്കുന്ന ഹേ പ്രഭോ, അങ്ങ് മാത്രമാണ് രക്ഷ. അങ്ങ് പൂർണ്ണകാമനും പ്രശാന്തനുമാണ്, നിർഭയനാണ്. അങ്ങനെയുള്ള ഒരു തത്വരൂപിയെ ആരാധിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്ന ഒരാളെ ആശ്രയിച്ചിട്ട് എന്താ കാര്യം? ഒരാൾ വെള്ളത്തിൽ മുങ്ങി താഴുന്ന സമയത്ത് വേറൊരാൾ മുങ്ങി താഴുന്നുണ്ട്. അയാളോട് പറഞ്ഞു, എന്നെ രക്ഷിക്കൂ. ഈ പറയണത് വിഡ്ഢിത്തല്ലേന്ന് ചോദിക്കുക. ആരാണോ സംസാരമുക്തി നേടിയിരിക്കുന്നത് അവനെ വേണം ഭയനാശനത്തിനായിട്ട് ആശ്രയിക്കാൻ. അതുകൊണ്ട് ഈ വൃത്രാസുരനിൽ നിന്നും മുക്തിക്ക് വേറെ ആരെയും ആശ്രയിക്കാനില്ല പ്രഭോ. മത്സ്യാദി അവതാരമെടുത്ത് ലോകത്തെ യഥാവിധി ഉദ്ധരിച്ചിട്ടുള്ള ഹേ പത്മനാഭസ്വാമിൻ, പ്രപഞ്ചത്തിന് മുഴുവൻ അഭിന്ന നിമിത്ത ഉപാദാന കാരണമായി പരിലസിക്കുന്ന പ്രഭോ. ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം നിമിത്ത കാരണവും ഉപാദാന കാരണവും, കാര്യത്തിലുടനീളം വ്യാപിച്ചു നിൽക്കുന്ന കാരണമായാലും കാര്യത്തെ സൃഷ്ടിക്കുക എന്ന വിഷയത്തിൽ അറിവും കരുത്തുമൊക്കെയുള്ള നിമിത്ത കാരണമായാലും ശരി, ഭഗവാനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള പത്മനാഭ പ്രഭുവിനെ ആരാധിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വീണ്ടും ആ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ദേവന്മാർ പാടുകയുണ്ടായി. പാടിയിട്ടും അവർക്ക് തൃപ്തിയാവാതെ ഗദ്യത്തിലും ഭഗവാനെ ആരാധിക്കുന്ന രംഗം ഭാഗവത്തിൽ നമ്മൾ കാണും. സകല വേദാർത്ഥ സ്വരൂപിയാണ് ഭഗവാൻ എന്ന് സ്തുതിച്ച സമയത്ത് ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ സ്തുതി നന്നായിട്ടുണ്ട്, ജ്ഞാനപ്രകാശകമാണ് നിങ്ങളുടെ സ്തുതി. ആട്ടെ, പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞു തരാം. എന്താ വേണ്ടത്? നിങ്ങൾ നിഷ്കളങ്ക ബ്രഹ്മതത്വ സാക്ഷാത്കാരം നേടിയിട്ടുള്ള ദധീചി മഹർഷിയെ പ്രാപിക്കണം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജന്മസാഫല്യമായി, പക്ഷെ അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവും. അതുകൊണ്ട്
വിദ്യാ തപോ ബലം കൊണ്ട് ഊർജിതമായിട്ടുള്ള ദധീചി മഹർഷിയുടെ ശരീരത്തെ ചെന്ന് പ്രാർത്ഥിച്ചുകൊള്ളിന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളോട് ചെന്നിട്ട് നിങ്ങളുടെ ശരീരം ഒന്ന് വിട്ടുതരുമോ എന്ന് പ്രാർത്ഥിക്കുന്നത് അനൗചിത്യമാവില്ലേ എന്നാണെങ്കിലോ, ഒന്ന് അദ്ദേഹത്തിന് ശരീരം കൊണ്ടൊന്നും നിവർത്തിക്കാനില്ല, അതുകൊണ്ട് വിട്ടുതരുന്നതിൽ സങ്കോചം ഉണ്ടാവില്ല. രണ്ട്, അശ്വിനി കുമാരന്മാർ ചോദിച്ചോട്ടെ. എന്താ വിഷയം? ഇവരുടെ ഗുരുവാണ്. നേരത്തെ അശ്വശിരസ് എന്നൊരു വിദ്യ അശ്വിനി കുമാരന്മാർ ഈ ദധീചി മഹർഷിയിൽ നിന്ന് നേടിയെടുത്തിട്ടുണ്ട്. ആ ഒരു ബന്ധമുണ്ട്, ഒരു ശിഷ്യ ബന്ധമുണ്ട്. മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, ഈ നാരായണ കവചം വാസ്തവത്തിൽ ദധീചി മഹർഷിയാണ് ത്വഷ്ടാവിന് ഉപദേശിച്ചു കൊടുത്തത്, ത്വഷ്ടാവാണ് വിശ്വരൂപന് ഉപദേശിച്ചു കൊടുത്തത്. ആ വഴിക്കും ബന്ധുത്വമുണ്ട്. അതുകൊണ്ട് അശ്വിനി ദേവന്മാർ ചെന്ന് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞു. സകല ദേവന്മാരും ഇന്ദ്രനോടുകൂടി നേരെ ദധീചി മഹർഷിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഭഗവാൻ നിർദ്ദേശിച്ച രീതിയിൽ പ്രാർത്ഥിച്ചു. ദധീചി മഹർഷി ആകട്ടെ ഇത്തിരി വേഗത്തിൽ കാര്യം സമ്മതിച്ചു കൊടുക്കുന്നതിന് പകരം സംശയം ഉന്നയിച്ചു. എന്താ സംശയം? ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു അനൗചിത്യം നിങ്ങൾക്കറിയോ? എന്താ കാര്യം? ഒരാളും സ്വന്തം ശരീരത്തെ ത്യജിക്കാൻ ഇഷ്ടപ്പെടില്ല. ദധീചി മഹർഷി പറയുന്നത് സാക്ഷാൽ വിഷ്ണുവിന് വേണ്ടി പോലും അത്രയും പ്രിയങ്കരമായി ശരീരത്തെ പ്രാണികൾ പരിഗണിച്ചു വരുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ശരീരം ചോദിച്ചു വാങ്ങുന്നത് തെറ്റല്ലയോ? അപ്പൊ ദേവേന്ദ്രൻ ധർമ്മചിന്തയെ പ്രകാശിപ്പിച്ചു. എന്താ ധർമ്മചിന്ത? അതൊക്കെ സാധാരണ പ്രാണിജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അങ്ങ് സാധാരണനല്ല, അസാധാരണനാണ്. ശരീരം കൊണ്ട് എന്തൊന്ന് ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടോ അതിനെ സാക്ഷാത്കരിച്ച ധന്യധന്യനാണ്. അങ്ങനെയുള്ള മഹാത്മാക്കൾ, മഹാത്മാ എന്ന പദത്തിന് ശങ്കര ഭഗവത്പാദർ ഭാഷ്യത്തിൽ അർത്ഥം നൽകുന്നത് അക്ഷുദ്രബുദ്ധി എന്നാണ്. അക്ഷുദ്രബുദ്ധി എന്ന് പറഞ്ഞാൽ അതിരുകളില്ലാത്ത ആത്മാവബോധം, പ്രപഞ്ചത്തെ മുഴുവൻ സ്വാത്മാവായി കാണുന്ന കാരുണ്യം. അത് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ എന്താ ഒരു പ്രിയത ഉണ്ടാവുക, അതുകൊണ്ട് ഉപേക്ഷിക്കാൻ അനായാസേന സാധിക്കുമല്ലോ. ഈ സമയത്ത് ദധീചി മഹർഷി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇനി ഭൂത സൗഖ്യത്തിനായിക്കൊണ്ട് ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിക്കാം. ഏവം കൃതവ്യവസിതോ ദധ്യങ് അധർവണസ്തനും പരേ ഭഗവതി ബ്രഹ്മണി ആത്മാനം സന്നയൻ ജഹൗ. ഇപ്രകാരം പറഞ്ഞ ശേഷം നിശ്ചയിച്ചതിൻ പ്രകാരം ഈ ദധീചി മഹർഷി അധർവണ വേദത്തിൻ്റെ വേദം നന്നായി അറിയുന്ന ദധീചി മഹർഷി ഏകാഗ്രചിത്തനായിട്ടിരുന്ന് തൻ്റെ ശരീരാന്തർഭാഗത്ത് പരിലസിക്കുന്ന ആത്മവസ്തുവെ പരമാത്മതത്വമായി ധ്യാനിച്ചിരുന്നു. ശരീരബന്ധത്തെ വിടർത്തി അങ്ങനെ ദേഹത്യാഗത്തെ ചെയ്തു. ആ ശരീരത്തിൽ നിന്നും അസ്ഥികളെ മുഴുവൻ ശേഖരിച്ചു. ദേവന്മാർ വിശ്വകർമാവിനെ സമീപിച്ച് ഭഗവാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അതുകൊണ്ടൊരു ഗദയുണ്ടാക്കി. അത് ഈ മുനിയുടെ വിദ്യയും തപസ്സും അതുപോലെ അനുഷ്ഠാനവും ആരാധനയും കൊണ്ടൊക്കെ ഊർജവത്താണ്. മാത്രവുമല്ല, ഭഗവാൻ വാഗ്ദാനം ചെയ്തതുപോലെ സ്വന്തം തേജസ്സിനെയും ഈ വജ്രായുധത്തിലേക്ക് സന്നിവേശിപ്പിച്ചു. അതോടുകൂടി വജ്രായുധം ആരാലും തടുക്കപ്പെടാത്ത അത്രയും ശേഷിയുള്ള സാമർഥ്യമുള്ള ആയുധമായി മാറി. വജ്രായുധം സംലഭ്യമായതോടെ ദേവന്മാർക്കൊക്കെ ആവേശം വന്നു. സകല ആയുധങ്ങളുമായി അസുരന്മാരുടെ നേരെ കുതിച്ചു. അസുരന്മാരുടെ ആയുധപ്രയോഗങ്ങളൊന്നും സഫലമാവുന്നില്ല എന്ന് അവർക്ക് തിരിച്ചറിവുണ്ടായി. അവരൊക്കെ ഓടാൻ തുടങ്ങി. ഇങ്ങനെ ഓടുന്ന സമയത്താണ് വൃത്രാസുരൻ
വരുന്നത്. വൃത്രാസുരൻ അസുരന്മാരോട് പറഞ്ഞു, ദ്വാവിമൗ പുരുഷൗ ലോകേ സൂര്യമണ്ഡലഭേദിനോ പരിവ്രാട് യോഗയുക്തശ്ച രണേചാഭിമുഖോ ഹതഃ. രണ്ട് കൂട്ടരാണ് സൂര്യമണ്ഡലഭേദിനോ, സൂര്യായനത്തിലൂടെ തത്വബോധത്തിന്റെ നിഷ്ഠയിലേക്ക് പുരോഗമിക്കാൻ പോകുന്നത്. ആരൊക്കെയാ? ഒന്ന് പരിവ്രാട് യോഗയുക്തശ്ച, യോഗയുക്തന്മാരായ സന്യാസി ശ്രേഷ്ഠന്മാർ, അവർ അറിവിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കും. മറ്റൊരു കൂട്ടരോ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാതെ വധിക്കപ്പെടുന്നവർ, അവരും, കാരണം അവർക്ക് ശരീരാത്മബുദ്ധിയൊക്കെ ഏറെക്കുറെ പോയി കിട്ടി, രാഗദ്വേഷങ്ങളൊക്കെ ത്യജിച്ചവരായിരിക്കുമല്ലോ, യുദ്ധസന്ദർഭത്തിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട്. അതുകൊണ്ട് അനുഗ്രഹം ഉണ്ടാവും എന്നാണ്. പേടിച്ചു പോകുമ്പോഴോ താതാത്മ്യ ബുദ്ധി ഉണ്ടാവും എന്നിങ്ങനെയൊക്കെ വൃത്രാസുരൻ വിളിച്ചു പറഞ്ഞു. പക്ഷെ ആര് കേൾക്കാൻ? പ്രാണഭയം കൊണ്ട് അസുരന്മാരൊക്കെ ഓടി. ഇത് കണ്ട് സഹിക്കാതെ വൃത്രാസുരൻ ദേവന്മാരോട് പറഞ്ഞു, ഇന്ദ്രനോട് വിശേഷിച്ചും പറഞ്ഞു, അതെ, ഭീരുക്കളുടെ പിറകെ ഓടി യുദ്ധം ചെയ്യുന്നതല്ല മാന്യത, ധീരതയുണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യ് എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഗംഭീരമായ ഒരു അലർച്ചയെ ചെയ്തു വൃത്രാസുരൻ. ഈ അലർച്ച കേട്ടതും ദേവന്മാര് പലരും മോഹാലസ്യപ്പെട്ട് വീണു കിടക്കുന്ന ദേവന്മാരെ ചവിട്ടി മെതിച്ചുകൊണ്ട് വൃത്രാസുരൻ മുന്നോട്ടാഞ്ഞു. ഇത് കണ്ട് സഹിക്കവയ്യാതെ ഇന്ദ്രൻ ഓടിയെത്തി, ഐരാവതത്തിൽ കുതിച്ചെത്തി, എന്നിട്ട് ഒരു ഗദയെ പ്രയോഗിച്ചു. വൃത്രാസുരനാകട്ടെ അനായാസേന ആ ഗദ ഇങ്ങോട്ട് പിടിച്ചെടുത്തു. എന്നിട്ട് ചുഴറ്റി തിരിച്ചൊരേറ് വെച്ചു കൊടുത്തു. അത് കൃത്യമായും ഐരാവതത്തിന് പ്രഹരമേൽപ്പിച്ചു എന്ന് മാത്രമല്ല, അതോടുകൂടി രക്തം ഛർദ്ദിച്ച് ഐരാവതം എന്ന ആന കറങ്ങിത്തിരിഞ്ഞ് അനേകം വിൽപ്പാട് അകലെ ഇന്ദ്രനോട് പോയി ചെന്ന് വീണു. ഇത് കണ്ടപ്പോഴേക്ക് വളരെ ലജ്ജ തോന്നി ഇന്ദ്രന്. ഏതായാലും വീണ്ടും യുദ്ധസന്നദ്ധനായിട്ട് ലജ്ജ തീർക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ദ്രൻ. ആ സമയത്താണ് വൃത്രാസുരൻ ഇന്ദ്രനെ ഒന്ന് മര്യാദയ്ക്ക് നോക്കിക്കണ്ടത്. അങ്ങേയറ്റം പുച്ഛത്തോടെ വൃത്രാസുരൻ പറഞ്ഞു, ഭാഗ്യമായിട്ടാണ് എനിക്ക് നിന്നെ കാണാൻ പറ്റിയത്. കാരണം എന്താണ്? എനിക്ക് കണക്ക് തീർക്കാനുണ്ട്. എന്ത് കണക്കാ തീർക്കാനുള്ളത്? എൻ്റെ സഹോദരനെ, ബ്രാഹ്മണ ശ്രേഷ്ഠനെ, നിന്റെ തന്നെ ഗുരുവിനെ, എപ്രകാരമാണോ സ്വർഗകാമികൾ യാഗത്തിൽ പശുക്കളെ നിർദ്ദയം കഴുത്തറുക്കുന്നത് അതുപോലെ നീ അറുത്തു കൊന്നില്ലേ? അതുകൊണ്ട് നീ ഭ്രാതൃഹന്താവാണ്, ബ്രാഹ്മണനെ കൊന്നവനാണ്, ബ്രഹ്മഹത്യ ചെയ്തവനാണ്, സ്വഗുരുഭൂതനെ ഹനിച്ചവനാണ്. അത്രയും പാപിഷ്ഠനായ നിന്നെ, നിന്റെ ശിലാഹൃദയത്തെ ശൂലം കൊണ്ട് പിളർന്ന് ഞാൻ വധിക്കാൻ പോകുന്നു എന്ന് വൃത്രാസുരൻ അങ്ങോട്ട് പ്രഖ്യാപിച്ചു. പെട്ടെന്നാണ് വൃത്രാസുരൻ ഓർമ്മ വന്നത്, ഞാനല്ലല്ലോ കൊല്ലപ്പെടുക, ഞാനല്ലല്ലോ കൊല്ലാൻ പോണത്, ഞാൻ കൊല്ലപ്പെടാൻ പോകുന്നു. അതെന്താ കാരണം? കയ്യിലിരിക്കുന്നത് വജ്രായുധമാണ്. പിന്നെയോ ഗതിവിഗതികൾ സാമാന്യം വൃത്രാസുരൻ അറിയാം. പെട്ടെന്ന് ആസുരഭാവം പതുക്കെ അങ്ങോട്ട് മായാൻ തുടങ്ങി. അധോഹരേ കുലിശേന വീര ഹർത്താ പ്രമഥ്യൈവ ശിരോ യതീഹ തത്രാനൃണോ ഭൂതബലിം വിധായ മനസ്വിനാം പാദരജ പ്രപത്സ്യേ. നീ ഈ യുദ്ധത്തിൽ എന്നെ കൊല്ലുകയാണെങ്കിൽ എൻ്റെ ശരീരം ഭൂതജാലങ്ങൾക്ക് ഞാൻ ഭക്ഷണമായി നിവേദിച്ച് വൈരാഗ്യയുക്തന്മാരായിട്ടുള്ളവർ ഏതൊരു പരമപദത്തെയാണോ പരിസേവിക്കുന്നത് ആ പദത്തെ പ്രാപിച്ച് ആ ധന്യാത്മാക്കളുടെ പാദരജസ്സിനെ സ്വീകരിക്കും, ഞാൻ സ്പർശിക്കും എന്ന് അത്യന്തം ഭക്തിഭാവത്തിൽ പറഞ്ഞു. എനിക്ക് മരണസംബന്ധിയായി ഭയമില്ല. ഭഗവാൻ സകരുണം നിനക്ക് തന്നിട്ടുള്ള വജ്രായുധമുണ്ടല്ലോ, അതൊരിക്കലും
നിഷ്ഫലമാവില്ല. നന്വേഷ വജ്രസ്തവ ശക്ര തേജസാ ഹരേർദധീചേസ്തപസാച തേജിതഃ. ഈ വജ്രായുധം ധന്യാത്മാവായ ദധീചി മഹർഷിയുടെ തപസ്സുകൊണ്ടും സാക്ഷാൽ ഹരിയുടെ പ്രഭാവം കൊണ്ടും തേജിതമാണ്, ഊർജവത്താണ്. അതൊരിക്കലും നിഷ്ഫലമായി പോവില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ യുദ്ധക്കളത്തിൽ എൻ്റെ മരണത്തെ പരമമായ ഒരു ആരാധനയാക്കി മാറ്റട്ടെ. അഹം സമാധായ മനോയഥാഹ സംഘർഷണസ്തരണാരവിന്ദേ ത്വദ്വജ്രരംഭോലുളിത ഗ്രാമ്യപാശോ ഗതിം മുനേർയാമ്യപവിദ്ധലോകഃ. സാക്ഷാൽ സംഘർഷണമൂർത്തി ഉപദേശിച്ചു തന്ന പ്രകാരം ഞാൻ എൻ്റെ മനസ്സിനെ ആ പരമപദത്തിൽ ന്യസിക്കട്ടെ, സമർപ്പിക്കട്ടെ. എന്നിട്ടോ അങ്ങയുടെ വജ്രായുധം എൻ്റെ പല പ്രകാരത്തിലുള്ള ആശാപാശങ്ങളെ ഹനിക്കുമാറാവട്ടെ. ഇങ്ങനെ സകല വിഷയ ആശകളും ഹനിക്കപ്പെട്ടവനായി ദേഹം ഉപേക്ഷിച്ച് മുനിമാരൊക്കെ പ്രാപിക്കുന്ന പ്രാപ്യസ്ഥാനത്തെ ഞാൻ പ്രാപിക്കാൻ ഇടവരട്ടെ. ഇത്രയും പറഞ്ഞപ്പോഴേക്കും വൃത്രാസുരന് തൻ്റെ പൂർവജന്മ വൃത്താന്തമൊക്കെ ഓർമ്മ വന്നു. വീണ്ടും പുംസാം കിലൈകാന്തധിയാം സ്വകാനാം യാ സമ്പദോ ദിവിഭൂമോ രസായം നരാതി യദ്വേഷ ഉദ്വേഗ ആധിർ മദക്കലിർവ്യസനം സംപ്രയാസഃ. ഭഗവാൻ എന്തൊരു കരുണാവാനാണ്! തന്നെ സമാശ്രയിക്കുന്നവരുടെ സകല ഐശ്വര്യങ്ങളെയും ഭഗവാൻ പിൻവലിക്കുന്നു. അവർക്ക് ഒന്നും ഭഗവാൻ കൊടുക്കില്ല. എന്താ കാരണം? എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വൈരവും മനശ്ചാഞ്ചല്യവും അതുപോലെ തന്നെ ഗർവവും സന്താപവും കലഹവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഭഗവാൻ ഒരിക്കലും ഏകാന്ത ഭക്തന്മാർക്ക് ഐശ്വര്യാദികളെ പ്രദാനം ചെയ്യില്ല. എനിക്ക് അതൊന്നും ആവശ്യമില്ല താനും. അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയഃ മനസ്മരേതാസു പതേർഗുണാംസ്തേ ഗൃണീത വാക്കർമ്മ കരോതു കായഃ. ഹേ ഹരേ ഭഗവാനെ, തവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയഃ. ഞാൻ വീണ്ടും വീണ്ടും ജന്മജന്മാന്തരങ്ങളിലും അവിടുത്തെ ഭക്തന്മാരുടെ ദാസദാസനായിട്ട് ഭവിക്കാൻ ഇടവരട്ടെ പ്രഭോ. ഹേ സർവേശ്വര, എൻ്റെ മനസ്സ് എപ്പോഴും അങ്ങയുടെ മഹത്വത്തെ ചിന്തിക്കുമാറാകട്ടെ. എൻ്റെ പ്രാണങ്ങൾ ഭഗവാനെ, സകല പ്രാണപതിയായിട്ടുള്ള ഭഗവാനെ സ്മരിക്കാൻ എൻ്റെ മനസ്സ് ഇടവരട്ടെ. എൻ്റെ വാക്കുകൾ ഭഗവത് കീർത്തനത്തെ ചെയ്യുന്നതാവട്ടെ. ശരീരം അവിടുത്തെ കർമ്മ നിർവഹണത്തിൽ എപ്പോഴും വിനിയോഗിക്കപ്പെടുമാറാവട്ടെ എന്നിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നാഗപൃഷ്ഠം ന ച പാരമേഷ്ട്യം ന സാർവഭൗമം നരസാധിപത്യം ന യോഗസിദ്ധീരപുനർഭവം വാ സമഞ്ജസത്വാവിരഹയ്യകാംക്ഷേ. അഹം ന കാംക്ഷേ, എനിക്ക് ഒരു കാംക്ഷയുമില്ല, ഒരാഗ്രഹങ്ങളുമില്ല എന്ന് പറയുക. നാഗപൃഷ്ഠം, സ്വർഗമാകട്ടെ ബ്രഹ്മലോകമാവട്ടെ, എനിക്ക് ആവശ്യമില്ല. എന്നുവെച്ചാൽ പാരമേഷ്ട്യം, പരമഹംസ പദവും അതും ആവശ്യമില്ല. സാർവഭൗമം, ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തി പദം, ഇതുപോലെ പാതാളത്തിലെ അധികാരം, യോഗസിദ്ധി, യോഗസിദ്ധികളൊന്നും വേണ്ട, മോക്ഷം പോലും വേണ്ട. ഭഗവാനെ, അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ എപ്പോഴും രതിയുണ്ടായാൽ മതി. അവിടെ നിന്ന് അകന്നു പോവാതിരുന്ന്, അവിടെ നിന്ന് അകന്നിട്ടുള്ള ഒരു വിഷയവും എനിക്ക് ആവശ്യമില്ല. ഈ ഒരു സമർപ്പണ ബുദ്ധി വൃത്രാസുരൻ പ്രകടിപ്പിച്ചു. പിന്നീട് പ്രസിദ്ധമായൊരു ശ്ലോകമാണ് അജാതപക്ഷാ ഇവ മാതരം ഖഗാഃ സ്തന്യം യഥാവത്സതരാ ക്ഷുധാർത്ഥാഃ പ്രിയം പ്രിയേവ വ്യഷിതം വിഷണ്ണ മനോരവിന്ദാക്ഷ ദിദൃക്ഷയേ ത്വാം. ഹേ അരവിന്ദാക്ഷ,
അങ്ങയെ ദർശിക്കുന്നതിനായിക്കൊണ്ട് എൻ്റെ മനസ്സ് എപ്രകാരം കാതരമാണ്, എപ്രകാരം മനസ്സ് വേദനിക്കുന്നു, കൊതിക്കുന്നു. അതിന് 3 ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞിരിക്കുക. എന്തൊക്കെയാ ദൃഷ്ടാന്തം? പറയണു, അജാതപക്ഷ, ചിറക് വളർന്നിട്ടില്ലാത്ത പക്ഷി തള്ളപ്പക്ഷിയെ കാത്തിരിക്കുന്നത് പോലെ. ഈ ഒരു രംഗം വളരെ ഹൃദയസ്പൃക്കാണ്. ചിറക് മുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം തള്ള വന്ന് ഭക്ഷണം കൊടുക്കണം, മറ്റ് ഉപചാരങ്ങളൊക്കെ ചെയ്ത് ആശ്വസിപ്പിക്കണം. വേറെ നിവൃത്തിയൊന്നുമില്ല, അതിങ്ങനെ കാത്തിരിക്കും. ഇതുപോലെ എൻ്റെ മനസ്സ് ഭഗവാനെ അവിടുത്തെ പ്രാപിക്കാൻ കൊതിക്കുന്നു. അല്ലെങ്കിൽ പശുക്കുട്ടി തള്ള പശുവിനെ കാത്തിരിക്കുന്നത് പോലെ. അതിൽ കുറച്ചൊരു സ്വാതന്ത്ര്യമുണ്ട് എന്ന് ആചാര്യന്മാർ പറയും. കയറിൽ കെട്ടിയിട്ടുള്ള പശുക്കുട്ടിക്ക് ആ കയറിൻ്റെ നീളത്തോളമൊക്കെ ഇങ്ങനെ ചരിക്കാം, പക്ഷെ അമ്മ വന്ന് അനുഗ്രഹിച്ചേ തീരൂ. അതുമല്ലെങ്കിൽ മറ്റൊരു ദേശത്ത് പോയ കാമുകൻ വരുന്നതും കാത്തിരിക്കുന്ന കാമുകിയെ പോലെ എൻ്റെ മനസ്സ് പ്രഭോ അങ്ങയുടെ സാക്ഷാത്കാരത്തിനായിക്കൊണ്ട് കൊതിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് ആദ്യത്തെ 2 ദൃഷ്ടാന്തങ്ങൾ പൂർണ്ണമല്ല എന്നൊരു നിരീക്ഷണമുണ്ട്. ആദ്യത്തെ ദൃഷ്ടാന്തത്തിൽ കിളിക്ക് ചിറക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തള്ളപ്പക്ഷിയെ കാത്തിരിക്കുന്നില്ല. അതുപോലെ വിശപ്പ് മാറിയാൽ ക്ഷുധാർത്ഥ, പശുക്കുട്ടിക്ക് വിശക്കുമ്പോഴാണ് അമ്മയെ കാത്തിരിക്കുന്നത്. വിശപ്പ് മാറിയാൽ പിന്നെ താല്പര്യം ഉണ്ടാവില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല, കാമുകിയെ സംബന്ധിച്ചിടത്തോളം കാമുകൻ്റെ പ്രാപ്തിയിലും കാമത്തിന് കുറവുണ്ടാവില്ല, പ്രേമത്തിന് കുറവുണ്ടാവില്ല. ഇതുപോലെയാണ്. അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞതിനേക്കാൾ ഉത്തമമാക്കി കൊണ്ടുവന്നു ദൃഷ്ടാന്തം എന്ന് ഒരു നിരീക്ഷണം. പല പ്രകാരത്തിലും ധ്യാനിക്കാം. വ്യാഖ്യാനങ്ങൾ നൽകുന്നത് ഒരു തെറ്റല്ല, ശ്രുതി അനുസൃതമാവുമ്പോൾ. ശ്രുതിക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനങ്ങളൊക്കെ അനവധി ഉണ്ടായിക്കോട്ടെ എന്ന് പറയാം. കാരണം അതൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മൾ മറ്റു പലതും ആലോചിക്കില്ലല്ലോ. അതാണ് അതിൻ്റെ വലിയൊരു സൗകര്യവും സ്വാതന്ത്ര്യവും. ഇവിടെ പലപ്പോഴും കിളികളുടെ ചിറകിനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ താരതമ്യം ചെയ്ത് പറയുന്ന സമയത്ത് വിവേക വൈരാഗ്യമാണ് എന്ന് പറയും. അത് വിവേക വൈരാഗ്യം ജനിക്കാത്ത വിഷയവാസനാബദ്ധനായ ഈ അഭിമാനി പ്രഭോ അങ്ങയെ ചിറക് മുളയ്ക്കാത്ത പക്ഷികൾ തള്ളപ്പക്ഷിയെ കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കുന്നു. ആ നിലയിൽ ചിന്തിക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റാൻ പറ്റും. ചിറക് മുളച്ചിട്ടില്ല, വിവേകത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ചിറക് മുളച്ചിട്ടില്ല പ്രഭോ അങ്ങയിലേക്ക് വന്ന് പ്രാപിക്കുന്നതിന്. അതുകൊണ്ട് വന്ന് അനുഗ്രഹിക്കണേ. പശുക്കുട്ടിയുടെ കാര്യത്തിൽ കയറ് കർമ്മബന്ധം, അതാണല്ലോ നമ്മളെയൊക്കെ ബന്ധിപ്പിക്കുന്നത്. അതിൻ്റെ ബന്ധനത്തിൽപ്പെട്ട് ഇങ്ങനെ കർമ്മമേഖലയിൽ ചുറ്റിക്കറങ്ങുക എന്നല്ലാതെ അങ്ങയെ പ്രാപിക്കാൻ സാധിക്കുന്നില്ല. കാമുകിയുടെ വിഷയത്തിലാണെങ്കിൽ തത്വബോധം നേടിയിട്ടുണ്ട്, പക്ഷെ വേണ്ടത്ര അഭ്യാസം കൊണ്ട് അത് ഉറച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് സാത്വികമായ ചില അഭിമാനങ്ങളൊക്കെ എന്നെ പിടിച്ചു വയ്ക്കും എന്ന് പറയുക. ഭഗവത്ഗീത 3-ാം അധ്യായത്തിൽ പറയില്ലേ, ധൂമേനാവ്രിയതോ വന്നിഹി യഥാദർശോ മലേന ച യഥോൽബേനാവൃതോ ഗർഭ തഥാ തേനേതമാവൃതം. ഇങ്ങനെയൊക്കെ നമ്മെ തത്വബോധത്തിൻ്റെ വിഷയത്തിൽ കർമ്മവാസനകൾ തടയുന്നുണ്ട്. അപ്പം സാത്വിക അഹങ്കാരവും പ്രശ്നമാണ്. അഗ്നിക്ക് പുക ബാധിച്ചതുപോലെ ഇതാണ് കാമുകി വിഷയത്തിൽ ആലോചിക്കാവുന്നത്. ഏതായാലും ശരി, എൻ്റെ ഹൃദയം അങ്ങയെ പ്രാപിക്കാൻ കൊതിച്ചിരിക്കുകയാണ്. നമുക്കും ഇത് മാതൃകയാവട്ടെ. ഭക്തരാണ് എന്ന് അഭിമാനിക്കുന്നതോടൊപ്പം ഭഗവാനിലേക്ക് ചിത്തവൃത്തികൾ ഈ പ്രകാരം നന്നായി ഒഴുകുമാറാവട്ടെ. അജാതപക്ഷായിവ മാതരം ഖഗാ സ്തന്യം യഥാവത്സതരാക്ഷുതാർത്ഥാഃ പ്രിയം പ്രിയേവ വ്യഷിതം വ്യഷണ്ണാഃ മനോരവിന്ദാക്ഷ ദിദൃക്ഷയേ ത്വാം മമോത്തമശ്ലോകജനേഷു സഖ്യം സംസാരചക്രേ ഭ്രമതസ്വകർമ്മഭിഃ ത്വന്മായയാത്മജ ദാരഗേഹേഷു ആസക്തചിത്തസ്യ നനാഥ ഭൂയാത്. ഹേ പ്രഭോ, എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളത്. മമോത്തമശ്ലോകജനേഷു സഖ്യം, അവിടുത്തെ
ഉത്തമങ്ങളായിട്ടുള്ള മാഹാത്മ്യങ്ങളെ നിരന്തരം ഭജനം ചെയ്യുന്ന ഭക്തജനങ്ങളുമായിട്ടുള്ള സംസർഗത്തെ എനിക്ക് പ്രദാനം ചെയ്താലും സംസാരചക്രേ ഭ്രമത സ്വകർമ്മഭിഹി സ്ത്വന്മായയാത്മജ ദാരഗേഹേഷു ആത്സക്ത ചിത്തസ്യ നനാഥ. ഹേ പ്രഭോ, അങ്ങയുടെ മായയിൽ ഭ്രമിച്ച് സംസാരത്തിൽ ആസക്ത ചിത്തരായി ഗൃഹം, പുത്രന്മാര്, ശരീരം ഇത്യാദികളിലൊക്കെ താല്പര്യമുള്ളവരായി വസിക്കുന്ന അധർമ്മികളിൽ, ദുഷ്ടാത്മാക്കളിൽ ദുസ്സംഗം അത് എനിക്കുണ്ടാവാതിരിക്കട്ടെ. എപ്പോഴും എനിക്ക് സജ്ജനങ്ങളുമായിട്ടുള്ള സത്സംഗഭാഗ്യം തരയണമേ പ്രഭു. ഇത്രയൊക്കെ കേട്ടപ്പോഴേക്ക് ഇന്ദ്രനിപ്പം ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് സംശയം. എന്താ കാരണം? ഈ ഒരാള് മഹാസുരനെങ്കിലും ഭഗവത് പാദപത്മങ്ങളെക്കുറിച്ച് പാടി പുകഴ്ത്തുന്നു. ഇവനൊരു യോഗി വര്യനാവാം. അങ്ങനെയാണെങ്കിലോ ഒരു പാപം ഉണ്ടായത്, ബ്രഹ്മഹത്യ പാപം ഉണ്ടായത് ഇത്തിരി ഒരു അവിവേകം കൊണ്ടേ അതൊക്കെ പകുത്തു കൊടുത്ത് പ്രശ്നം തീർത്തതാ. വീണ്ടും പാപം ഉണ്ടാവും. അതുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്നങ്ങോട്ട് നിശ്ചയിച്ചു. ഈ സമയത്ത് ഇന്ദ്രനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി വൃത്രാസുരൻ, ഹേ പാപിഷ്ഠ, നീ ഇതാ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു ആയുധത്തെ പ്രഹരിച്ചു. ആയുധം കൊണ്ട് പ്രഹരിച്ചു. ഇന്ദ്രനാകട്ടെ വജ്രായുധം കൊണ്ട് അത് ആയുധത്തെ തടഞ്ഞെന്ന് മാത്രമല്ല, അതിനെ ഛിന്ന ഭിന്നമാക്കി അത് എറിഞ്ഞ കയ്യും വിച്ഛേദിച്ചു. അതോടുകൂടി വൃത്രാസുരൻ കൂടുതൽ ക്രുദ്ധനായി ഒരു പരിഘം കൊണ്ട് ഇന്ദ്രന്റെ കവിളത്ത് ഉഗ്രമായ ഒരു പ്രഹരത്തെ നൽകി. അതോടുകൂടി ഐരാവതത്തെയും അടിച്ചു. രണ്ടുപേരും കൂടി മറഞ്ഞു കെട്ടി വീണു. ഈ സമയത്ത് വജ്രായുധം കയ്യിൽ നിന്ന് തെറിച്ചുപോയി ഇന്ദ്രന്റെ. അതോടുകൂടി സകല ദേവഗണവും മുനിവൃന്ദവും ഒക്കെ ഹാ കഷ്ടം എന്ന് വിളിച്ചു പറഞ്ഞു പോയി. പക്ഷെ വൃത്രാസുരനാകട്ടെ ധർമ്മബുദ്ധി പാലിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ ശത്രു, എഴുന്നേറ്റ് നിന്ന് വിഷാദമഗ്നനായിരിക്കാതെ എന്നെ കൊല്ല്. ജയപരാജയങ്ങളൊക്കെ ഇവിടെ മാറി മാറി വരും. അതൊന്നും നിശ്ചയിക്കുന്നത് നാമല്ല. നമുക്ക് പറയാൻ പറ്റില്ല സൈന്യബലമുള്ള ഒരാൾ ജയിക്കും, കായിക കരുത്തുള്ളവൻ ജയിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ജയപരാജയങ്ങളൊക്കെ അധിപതിയായിരിക്കുന്നത്, അധ്യക്ഷനായിരിക്കുന്നത് അജയ്യനായ കാലസ്വരൂപൻ മാത്രമാണ്. കാലസ്വരൂപനാണ് കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. അദ്ദേഹം എപ്പോഴും ജയിച്ചു വാഴുന്നു. ഇന്ദ്രിയങ്ങളും മനസ്സും അതുപോലെ തന്നെ ദേഹവും പ്രവൃത്തി സാമർഥ്യവും ഒക്കെ ജനിമൃതികളും ഒക്കെ സാക്ഷാൽ ഈശ്വരനിൽ അധിഷ്ഠിതമാണ്. ഹേ ഇന്ദ്ര, അതുകൊണ്ട് ജയപരാജയത്തെക്കുറിച്ചൊന്നും ആലോചിച്ച് നീ സങ്കോചപ്പെടരുത്. മൂഢന്മാരാണ് ശരീര പരിഗണന വെച്ചുകൊണ്ട് ഒരു ഈശ്വരനെയൊക്കെ നിഷേധിക്കുക. യഥാ ദാരുമയീ നാരി യഥാ യന്ത്രമയോ മൃഗഃ ഏവം ഭൂതാനി മഘവൻ ഈശതന്ത്രാണി വിദ്ധി ഭോ. എല്ലാം ഈശ്വരതന്ത്രത്തിൽ അധിഷ്ഠിതമാണ്. ഒരു പാവ എങ്ങനെയാണോ പാവക്കൂത്തുകാരൻ്റെ കയ്യിൽ ചലിക്കപ്പെടുന്നത് പോലെ പാവയായിട്ടുള്ള ഒരു സ്ത്രീ, ഒരു യന്ത്രം, ഇതൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത് മറ്റൊരാളുടെ കരവിരുതുകൊണ്ടാണ്. ഇതുപോലെ ലോകം മുഴുവൻ ഈശ്വര നിശ്ചയമനുസരിച്ച് നിർവഹിതമാകുന്നു. പരതന്ത്രവശകരാണ് നമ്മളൊക്കെ. പ്രകൃതിക്ക് പ്രവർത്തന സാമർഥ്യമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നത് തെറ്റാണ്. മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം എന്ന് ഭഗവാൻ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഭഗവത് അധ്യക്ഷതയിലാണ് ഇതൊക്കെ നിർവഹിതമാകുന്നത്. അവിദ്വാനേവം ആത്മാനം മന്യതേ അനീശമീശ്വരം ഭൂതൈ സൃജതി ഭൂതാനി ഗ്രസതേ താനി തൈ സ്വയം. സ്വയം ജഗതീശ്വരനാണ് ഭൂതജാലങ്ങളെ മുഴുവൻ സൃഷ്ടിക്കുന്നതും അതിനെ പരിപാലിക്കുന്നതിന് വേണ്ട സമയത്ത് വിലയിപ്പിക്കുകയും ചെയ്യുന്നത്. അവിദ്വാൻമാർ ഇതറിയാതെ അനീശ്വരമായതിനെ ഈശ്വരൻ എന്നെണ്ണും അഥവാ ഈശ്വരനില്ലെന്ന് നിഷേധിക്കുകയും ചെയ്യും. അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം എന്നൊക്കെ അവിദ്വാൻമാർ പ്രഖ്യാപിക്കും. അങ്ങനെയുള്ള ബുദ്ധിശൂന്യത നമുക്കുണ്ടാവാതിരിക്കട്ടെ. അതുകൊണ്ട് സമബുദ്ധി പാലിക്കൂ.
സത്വം രജസ്തമയിതി പ്രകൃതേർനാമ ആത്മനോ ഗുണാഃ തത്ര സാക്ഷിണമാത്മാനം യോ വേദ സ ന ബധ്യതേ. ആരാണോ സത്വരജസ്തമോ ഗുണങ്ങളൊക്കെ പ്രകൃതിയുടെ വകഭേദങ്ങളായി കാണുന്നത് അവരൊരിക്കലും ബന്ധനസ്ഥരാവില്ല. അവര് തത്ര സാക്ഷിണം ആത്മാനം, സത്വരജസ്തമോ ഗുണങ്ങളുടെ മുഴുവൻ പല പ്രകാരത്തിലുള്ള വിപര്യങ്ങളെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന ആത്മാവിനെ സാക്ഷാത്കരിച്ച് സ്വസ്ഥരാവുന്നു. അവര് ബന്ധനത്തിൽ ഏർപ്പെടില്ല. നീ എന്നെ നോക്ക്, ഞാൻ കണ്ടില്ലേ ആയുധപ്രഹരം കൊണ്ട് എനിക്ക് കരച്ഛേദം ഉണ്ടായി, എന്നിട്ട് ഞാൻ മാറിയെന്നോ, ഞാൻ തോക്കുന്നു വിചാരിച്ചിട്ട് മാറിയെന്നോ? ഇല്ല, യുദ്ധം ചെയ്യുക, അതാണ് ഇപ്പോൾ നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞുകൊണ്ട് വൃത്രാസുരൻ ദേവേന്ദ്രനെ ഉത്തേജിതനാക്കി നോക്കി. ദേവേന്ദ്രൻ പറഞ്ഞു, അഹോ ദാനവ സിദ്ധോസി യസ്യതേ മതിരീദൃശി ഭക്ത സർവാത്മനാത്മാനം സുഹൃതം ജഗദീശ്വരം. സുഹൃതം, സകലരുടെയും സുഹൃത്തായി. ഈശ്വര ഭയത്തെക്കുറിച്ച് നമുക്ക് ഒരിക്കലും വികല്പ ചിന്ത ഉണ്ടാവാതിരിക്കട്ടെ. ഗോഡ് ഫിയർ എന്നുള്ളത് നമ്മുടെ ഒരു പ്രയോഗമേ ആയിക്കൂടാ. ഈശ്വരൻ ഭയക്കേണ്ടവനേ അല്ല, കരുണാപൂർണനാണ്, കാരുണ്യമൂർത്തി, സർവരുടെയും സുഹൃത്താണ്. അങ്ങനെയുള്ള സർവഭൂത ഹൃന്നിവാസിയായ സുഹൃത്തിനെ അറിഞ്ഞിട്ടുള്ള സർവാത്മനാത്മാനം, സകലരുടെയും ആത്മാവായി ഈ പരമതത്വത്തെ അറിഞ്ഞിട്ടുള്ള ഹേ ദാനവ, നീ സിദ്ധോസി, നീ സിദ്ധനാണ്. കാരണം എന്താ? നിനക്കിങ്ങനെ ഭഗവാനിൽ ബുദ്ധി ഉറച്ചല്ലോ. ജനമോഹിനിയായിട്ടുള്ള വൈഷ്ണവി മായ നിന്നെ ബാധിച്ചിട്ടില്ല. നീ മായയെ ജയിച്ചവനാണ്. അസുര യോനിയിൽ ജയിച്ചിട്ടും നിനക്കെങ്ങനെ ഭഗവത് ഭക്തനാവാൻ സാധിച്ചു? സന്താപഹാരിയായ സാക്ഷാൽ ഈശ്വരനിൽ ഭക്തി ഉറച്ച നീ സ്വർഗാദികളെ പോലും കൊതിക്കുന്നില്ല, മോക്ഷത്തെ പോലും കാക്ഷിക്കുന്നില്ല. എങ്ങനെ കാക്ഷിക്കും? കാരണം അമൃതാബ്ധിയിൽ ആരംഭിക്കുന്ന ഒരാള് പൊട്ടക്കിണറ്റിലെ വെള്ളം കൊതിക്കുവോ? ഇതുപോലെയല്ലേ സംസാര സൗകര്യങ്ങളൊക്കെ, സൗഭാഗ്യങ്ങളൊക്കെ. ആ ആനന്ദാമൃതത്തിൽ ആരംഭിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതെത്രയോ തുച്ഛം. അതുകൊണ്ട് നീ ഇതിൽ ശ്രദ്ധിക്കുന്നില്ല. ഇപ്രകാരം ധർമ്മ ചർച്ചയെ ചെയ്തുകൊണ്ട് കരണീയമായ യുദ്ധത്തെ ഇവര് തുടർന്നു. വൃത്രാസുരൻ മഹാശരീരിയായി വളർന്നു വന്ന് മൃത്യുതുല്യങ്ങളായിട്ടുള്ള ദംഷ്ട്രങ്ങളെ പുറത്ത് പ്രകാശിപ്പിച്ച് 3 ലോകങ്ങളെയും വിഴുങ്ങാൻ പാകത്തിൽ മേൽചുണ്ടിനെ ആകാശത്തിലേക്ക് വിടർത്തി കീഴ്ചുണ്ടിനെ ഭൂമിയിലേക്ക് വികസിപ്പിച്ചുകൊണ്ട് തുല്യമായിട്ടുള്ള നാക്കിനെ പുറത്തേക്ക് ഇട്ടുകൊണ്ട് ഈ ഇന്ദ്രനെ വിഴുങ്ങാൻ വേണ്ടി വന്നു. ഭൂമിയെ കാൽച്ചുവട്ടിലിട്ട് ഞെരിക്കും വിധം ഉറച്ചോടെ വന്ന് അങ്ങനെ ഇന്ദ്രനെ വജ്രായുധത്തോടെ അങ്ങോട്ട് വിഴുങ്ങി. ഈ സമയത്തും പ്രജാപതിമാരും മരീച്യാദി ഋഷീശ്വരന്മാരും നാരദാദി ഋഷീശ്വരന്മാരും ഒക്കെ ആകെ പരിഭ്രമിച്ചുപോയി. പക്ഷേ ഭഗവത് അനുഗ്രഹീത വജ്രായുധം കയ്യിലുള്ളത് കൊണ്ടും നാരായണ കവചം അറിയുന്നത് കൊണ്ടും ഇന്ദ്രന് ഒരു ദ്രോഹവും ഉണ്ടായില്ല. ഇന്ദ്രൻ വൃത്രാസുരന്റെ ശരീരത്തെ ഛേദിച്ച് പുറത്തു വന്നു. അതോടുകൂടി വൃത്രാസുരൻ കൊല്ലപ്പെട്ടു. അവിടുത്തെ ശരീരത്തിൽ നിന്നും ഒരു ദിവ്യ ജ്യോതിസ് ഉയർന്നു പോയി. അത് ഭഗവാനിൽ വിലീനമായിട്ടുണ്ടാകുന്നു വരിക. ദേവേന്ദ്രന് വൃത്രാസുരനെ വധിക്കാൻ വേണ്ടത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ഋഷീശ്വരന്മാരൊക്കെയാ പറഞ്ഞത്, ഇനി ഒരു ബ്രഹ്മഹത്യ പാപം താങ്ങാൻ വയ്യ എന്ന് പറഞ്ഞ സമയത്ത് അശ്വമേധം നടത്തി നിന്നെ രക്ഷിക്കാൻ നിന്ന് ഋഷീശ്വരന്മാർ വാക്കുകൊടുത്ത അനുസരിച്ചാണ് ചെയ്തത്. പക്ഷേ സകല ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ബ്രഹ്മഹത്യാ പാപം പ്രാപിച്ചു എന്നാണ്. അതെന്താ കാരണം എന്നാണെങ്കിലോ, വലിയ പശ്ചാത്താപം, കുറ്റബോധം ഉണ്ടായിരുന്നു എന്നാ. അതുകൊണ്ട് ബ്രഹ്മഹത്യാ പാപം പ്രാപിച്ചു. പിന്നീട് അശ്വമേധയാഗം ചെയ്തിട്ട് തന്നെയാണ് രക്ഷപ്പെട്ടത്. പക്ഷേ ജര കൊണ്ട് ശരീരാവയവങ്ങൾ വിറയ്ക്കുന്ന ഒരു ചണ്ടാള സ്ത്രീയെ പോലെ തോന്നിക്കുന്ന ഒരു സത്വമാണ്. ക്ഷയരോഗബാധിതമായ ശരീരത്തോടെ ചോര പുരണ്ട വസ്ത്രങ്ങളും മത്സ്യഗന്ധം ദുർഗന്ധവും വമിപ്പിച്ചുകൊണ്ട് ഇന്ദ്രന് പിറകെ നിൽക്കവിടെ നിൽക്കവിടെ എന്ന് പറഞ്ഞ് വന്നത്. ആ സമയത്ത് ഇന്ദ്രൻ വടക്ക് കിഴക്ക് ദിക്കിലേക്ക് ഓടിച്ചെന്നു അവിടുത്തെ മാനസ സരസിലെ താമരയിൽ അഭയം പ്രാപിച്ചു. തുടർന്ന് വിദ്യ തപ യോഗ ബലം കൊണ്ട് സമ്പന്നനായിരുന്ന നഹുഷൻ
ഇന്ദ്രപദവിയെ കുറച്ചു കാലം അലങ്കരിച്ചു. പിന്നീട് ശാപവശാൽ തിര്യക്കായി പതിച്ചു. ഇന്ദ്രനെ അശ്വമേധം ചെയ്ത് പരിപൂതനാക്കി വീണ്ടും ഇന്ദ്രപദവിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നൊക്കെയാണ് കഥ. ഈ സമയത്ത് പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്നു, രജസ്തമസ്വഭാവസ്യ ബ്രഹ്മൻ വൃത്രസ്യ പാപ്മനഃ നാരായണേ ഭഗവതി കഥമാസീത് ദൃഢാമതിഃ ദേവാനാം ശുദ്ധസത്വാനാം ഋഷീണാച അമലാത്മനാം ഭക്തിർമുചുകുന്ദ ചരണേന പ്രായേണ ഉപജായത്തെ. എണ്ണമറ്റ പ്രാണിവർഗങ്ങൾ ഉള്ളതിൽ മനുഷ്യന് മാത്രമാണ് തത്വബോധത്തിൽ ഇത്തിരിയെങ്കിലും താല്പര്യം ഉണ്ടാവുക. രജസ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന അസുര യോനിയിൽ ജനിച്ച ഈ വൃത്രാസുരന് എങ്ങനെ നാരായണ ഭഗവാനിൽ ഭക്തി ഉണ്ടായി? ദേവന്മാരെ അതിശയിക്കുന്ന തരത്തിൽ മുചുകുന്ദനിൽ ഭക്തി വളർന്നില്ലേ? അതിനെന്താ കാരണം? മനുഷ്യന്മാരിൽ ചിലർക്കേ ശ്രേയോ മാർഗത്തിൽ താല്പര്യം ഉണ്ടാവും. അതിൽ 1000-1 പേർക്ക് മാത്രമേ ഭഗവാനെ താത്വികമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അതിലും കുറച്ചു പേർക്ക് ഭഗവത് ഭക്തി ഉണ്ടാവുള്ളൂ. സുദുർലഭ പ്രശാന്താത്മ കോടിഷ്വപി മഹാമുനെ. കോടി ജനങ്ങളിൽ ഒരാൾക്കൊക്കെയാണ് ഭഗവത് ഭക്തി ഉണ്ടാവുക. മുക്താനാം സിദ്ധാനാം നാരായണ പരായണ. മുക്തന്മാരിൽ പോലും നാരായണ പരായണന്മാരാവുന്നത് വളരെ കുറവല്ലേ? പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചു. വൃത്രാസുരന് യുദ്ധമധ്യേ പോലും ഭഗവത് സ്മൃതി ഉണ്ടായതിൻ്റെ കാരണം അറിയണമെന്ന് കൗതുകമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശുകബ്രഹ്മർഷി പറയുന്നു, എൻ്റെ പിതാവായ വേദവ്യാസരും അതുപോലെ ശ്രീ നാരദരും ദേവല മഹർഷിയും ഒക്കെ പറഞ്ഞു കേട്ടതനുസരിച്ചുള്ള കഥ ഞാൻ പറയാം. ശൂരസേന രാജാക്കന്മാരിൽ ചിത്രകേതു എന്ന സുപ്രസിദ്ധനായ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സകല സൗഭാഗ്യങ്ങളും പ്രതാപങ്ങളും ഒക്കെ ഉണ്ടായിട്ടും കോടി ഭാര്യമാരുണ്ടായിട്ടും പുത്ര സൗഭാഗ്യം മാത്രം ഉണ്ടായില്ല. ഈ ചിത്രകേതു ആകട്ടെ സൗഭാഗ്യങ്ങളെ ഒന്നും എണ്ണാൻ സമർത്ഥനായില്ല. കുട്ടികളില്ലാത്തതുകൊണ്ട് തനിക്കും തൻ്റെ പിതൃക്കൾക്കുമൊക്കെ നരകഫലം ഉണ്ടാവുമല്ലോ എന്ന് വിഷമിച്ചിരുന്നു. അങ്ങനെയുള്ള ഈ ചിത്രകേതുവിൻ്റെ സമീപത്തേക്ക് ഒരിക്കൽ സാക്ഷാൽ അങ്കിരസ് മഹർഷി എതിർച്ഛയ എത്തിപ്പെട്ടു. മഹർഷിയെ യഥാവിധി പൂജിച്ച് ഏകാഗ്രചിത്തനായി നമസ്കാരപൂർവം മഹർഷിയുടെ മുന്നിലിരുന്നു പ്രാർത്ഥിച്ചു. ഈ സമയത്ത് പ്രജകളുടെ സൗഖ്യമൊക്കെ അങ്ങ് യഥാവിധി നോക്കുന്നുണ്ടല്ലോ, അങ്ങേക്ക് മനസ്സ് വശകമാണോ? കാരണം മനസ്സ് വശകമായതിനെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ അവൻ്റെ കീഴിലായിരിക്കും. എന്നിപ്രകാരമൊക്കെ കുശലാന്വേഷണം നടത്തിയിട്ട് അങ്കിരസ് ചോദിച്ചു, എൻ്റെ ഒരു മ്ലാനാവസ്ഥയുണ്ടല്ലോ, മുഖത്ത് പ്രകടമുണ്ടല്ലോ, മനസ്സിനെന്തോ പ്രയാസമുണ്ട് തോന്നണമല്ലോ. പറഞ്ഞു, ഹേ പ്രഭു, അന്ധക്കരണ മാലിന്യം ലേശമില്ലാത്ത യോഗ്യവര്യനായ അങ്ങേക്ക് എല്ലാം അറിയാം. എന്നാലും ഞാൻ പറയട്ടെ, എനിക്ക് നരകപ്രാപ്തി ഉണ്ടാവും. എന്താ കാരണം? ഒരു പുത്രഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പം അങ്കിരസ് മഹർഷി കനിവോടുകൂടി സൂര്യനെ ഉപാസിക്കുന്നതിനുള്ള ഉപദേശം കൊടുത്തു. അങ്ങനെ പുരോടാശം തയ്യാറാക്കി യജിച്ചു. പ്രസാദത്തെ ജ്യേഷ്ഠ ഭാര്യയായിട്ടുള്ള ശ്രേഷ്ഠയായിട്ടുള്ള കൃതദ്യുതിക്ക് നൽകുകയും ചെയ്തു. യഥാകാലം അവൾ പ്രസവിച്ചു. ഇതോടുകൂടി മറ്റു പത്നിമാർക്കൊക്കെ അസൂയ മൂത്തു എന്നാണ്. ഇപ്പോൾ അങ്കിരസ് മഹർഷി പറഞ്ഞിട്ടുണ്ട്, അങ്ങേക്ക് സന്തോഷവും സന്താപവും തരുന്ന ഒരു പുത്രൻ ജനിക്കും. സന്തോഷം തരുന്നതെന്ന് മാത്രമേ കേട്ടുള്ളൂ, പുത്രൻ ജനിക്കുന്നു കേട്ടു, സന്താപം എന്നുള്ളത് വിട്ടുപോയി. ഏതായാലും ശരി, കുട്ടി ജനിച്ചു. സപത്നി പ്രയാസം വന്നു. അങ്ങനെ ഈ കുട്ടിയെ ഇവർ വിഷം കൊടുത്ത് കൊന്നു. ഈ സമയത്ത് ഭാര്യയുടെ ദുഃഖാവസ്ഥ, കൊട്ടാരത്തിൻ്റെ പരിതാപകരമായ അവസ്ഥയൊന്നും വർണ്ണിക്കണില്ല. ഏതായാലും ആലാമോറയിട്ട് എല്ലാവരും നിലവിളിക്കുമ്പോഴാണ് ശ്രീ നാരദരും അങ്കിരസ് മഹർഷിയും വരുന്നത്. അപ്പം രാജാവ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്നെ അനുഗ്രഹിക്കാൻ വന്നവരാണോ? അങ്കിരസ് മഹർഷി പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, പുത്രദുഃഖം കൊണ്ട് വിലപിക്കുന്ന നിനക്ക് പുത്രനെ പ്രദാനം ചെയ്യാൻ വേണ്ടി വന്ന അങ്കിരസ് മഹർഷിയാണ് ഞാൻ. എന്തേ അങ്ങനെ തരാൻ കാരണം വെച്ചാൽ, നിനക്ക് അന്ന് തത്വചിന്തനത്തിൽ ശ്രദ്ധയുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നിൻ്റെ കാമത്തെ ഞാൻ നിവർത്തിച്ചു. പക്ഷെ ഇപ്പോൾ പുത്രവിയോഗ ദുഃഖത്തിൽ നീ പാകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി നിനക്ക് തത്വോപദേശം തരാം, സംകർഷണമൂർത്തിയെ ഉപാസിക്കുന്നതിനുള്ള ഉപദേശം തരാം. പക്ഷേ ചിത്രകേതു അത് കേൾക്കാൻ തയ്യാറായില്ല. വല്ലാതെ വിലപിക്കുന്നത് കണ്ടപ്പോൾ നാരദർക്ക് സഹിച്ചില്ല. യോഗസിദ്ധി കൊണ്ട് ഈ പോയ ജീവനെ അവിടെ വിളിച്ചു വരുത്തി. ആ ജീവനോട് നാരദർ പറഞ്ഞു, ഹേ ജീവാത്മൻ, അങ്ങ് എത്രയും വേഗം തിരിച്ചു വരണം.
എന്നിട്ട് ശരീരത്തെ സ്വീകരിക്കണം. എന്താ കാരണം? കസ്മിന് ജന്മനി, എന്താ കാരണം? ഇവരൊക്കെ അങ്ങയെക്കുറിച്ച് ദുഃഖിക്കുകയാണ്. അപ്പം ഇവർക്ക് ആശ്വാസം വരണം. ഈ ജീവനാണെങ്കിൽ ഒരു ഗംഭീര ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? കസ്മിൻ ജന്മനി ഇമീ മഹ്യം ജന്മനി അമീ മഹ്യം പിതരോ മാതരോ ഭവൻ കർമ്മഭിർ ഭ്രാമ്യമാണസ്യ ദേവതിര്യങ്യോനിഷു. ഒരുപാട് യോനികളെ പ്രാപിച്ച് അനുസ്യൂതം സഞ്ചരിക്കുന്ന ജീവനാണ് ഞാൻ. ഏത് ജന്മത്തിലാണ് ഇവരെൻ്റെ അച്ഛനും അമ്മയായത്? ഇതിനു മുമ്പ് പല ജന്മങ്ങളിലും ഇവരെൻ്റെ മക്കളായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ചിത്രകേതുവിന് തത്വബോധം വന്നു. ആസക്തി ഒഴിഞ്ഞുപോയി. അതൊരു വലിയ അനുഗ്രഹമായി. ഇത് അങ്ങനെ ഉപയോഗിക്കണം വിയോഗ ദുഃഖങ്ങളെ എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്ന പാഠം. ഇപ്രകാരം സ്വകീയനെന്നും പരകീയനെന്നുമുള്ള ഭേദചിന്തകളൊക്കെ ശരീരാത്മബുദ്ധി കൊണ്ട് വരികയാണ് എന്നൊക്കെ വിസ്തരിച്ച് ജീവാത്മാവ് അപ്രത്യക്ഷമായപ്പോൾ സയിദ്ധം പ്രതിബുദ്ധാത്മാ ചിത്രകേതുർദ്വിജോക്തിഭി ഗൃഹാന്ധകൂപാൻ നിഷ്ക്രാന്ത സരപങ്കാദിവദ്യുപഃ. ഈ സമയത്ത് എപ്രകാരമാണോ സരസിലെ ചളിയിൽപ്പെട്ട ഒരാന രക്ഷപ്പെടുന്നത്, അതുപോലെ ചിത്രകേതു സങ്കീർണമായ സംസാരാസക്തിയിൽ നിന്നും ഈ മുനീശ്വരന്മാരുടെ വാക്കുകൊണ്ട് രക്ഷപ്പെട്ടവനായി. അങ്ങനെ കാളിന്തിയിൽ കുളിച്ചു. എന്നിട്ട് ഇവർ ഉപദേശിച്ചു കൊടുത്ത സംഘർഷണമൂർത്തിയെ സംബന്ധിക്കുന്ന മന്ത്രത്തെ യഥാവിധി ആചരിച്ചു. 7 ദിനരാത്രങ്ങൾ ജലപാനം മാത്രം ചെയ്ത് വസിച്ചു. അങ്ങനെ സംഘർഷണമൂർത്തി പ്രത്യക്ഷപ്പെട്ടു. സർവാധീശ്വരനായ ആ സംഘർഷണമൂർത്തിയെ വേദവേദാന്ത സാര സ്വരൂപനായി സ്തുതിച്ചു. സംപ്രീതനായ സംഘർഷണമൂർത്തി അനുഗ്രഹിച്ചയച്ചു. അങ്ങനെ വിദ്യാധരനായിട്ട് മാറി ചിത്രകേതു. നാരായണ പരായണനായി മേരു ശിഖരങ്ങളിലൊക്കെ ഇങ്ങനെ വർത്തിക്കും. അതിനിടയിലാണ് പരമശിവനെയും പാർവതീദേവിയെയും ഉപദേശിക്കുന്ന രംഗത്ത് കാണാനിടയായത്. സനകാദി ഋഷീശ്വരന്മാർക്കൊക്കെ ഉപദേശം കൊടുക്കുന്ന ഇവരെ കണ്ട്, പക്ഷേ എന്തോ ഒരു വികല്പ ചിന്ത വന്നു. എന്നിട്ടോ ഇങ്ങനെ പാർവതീദേവിയെ മടിയിലിരുത്തിയിട്ട് ധർമ്മോപദേശം ചെയ്യുന്ന പരമശിവൻ ധർമ്മമാർഗത്തിന് മാതൃകയാവേണ്ട ആളല്ലേ? മൂഢന്മാർ പോലും രഹസ്യമായേ കാമതാൽപര്യങ്ങൾ പ്രകടിപ്പിക്കാറുള്ളൂ. ഇവിടെ ഇത് മോശമായിപ്പോയി എന്ന് പറഞ്ഞു. പരമശിവൻ അത് കേട്ടപ്പോൾ ഒരു വികല്പവും തോന്നിയില്ല. കാരണം തന്നിൽ നിന്ന് അന്യമായ ഒന്നുമില്ലല്ലോ, അതിലിങ്ങനെ ഉറച്ചിരിക്കുന്നു. പക്ഷെ പാർവതി മാതാവിന് മകനെ ചൊല്ലി വ്യാകുലത തോന്നി, ശപിച്ചു എന്നാണ്. ഈ ശാപവർത്താന്തം കേട്ടറിഞ്ഞ വൃത്രാസുരൻ, ചിത്രകേതു എന്ന വിദ്യാധരൻ, അദ്ദേഹം വന്ന് രണ്ടുപേരെയും നമസ്കരിച്ച് ജഗത് പിതൃക്കളെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ശാപം യുക്തമായി. എനിക്ക് വന്ന സ്ഖലനം അത് തിരുത്തിയില്ലോ, സന്തോഷമായി. ശാപമൊന്നും ഞാൻ പ്രാർത്ഥിക്കില്ല. പിന്നെയോ ക്ഷമിക്കണം എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കും. അമ്മയ്ക്ക് എന്നോട് വിരോധം തോന്നരുതെന്ന് മാത്രം പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. പരമശിവൻ പറയുകയായിരുന്നു, വേണമെങ്കിൽ തിരിച്ച് ശപിക്കാൻ സമർത്ഥനാണ്, എന്നിട്ടും അത് ചെയ്തില്ല. ഇതാണ് വിഷ്ണു ഭക്തന്മാരുടെ പ്രത്യേകത. യസ്മാന്നോദിച്ചതേ ലോകഃ ലോകാന്നോദിച്ചതേ ചയഃ. ആരിൽ നിന്നാണോ ലോകത്തിനൊരു ഉദ്വേഗവും അനുഭവപ്പെടാത്തത് അവനായിരിക്കും ശരിയായ ഭക്തൻ. എന്നാലോ തിരിച്ച് ആരൊക്കെ ഉപദ്രവം ചെയ്താലും അവർ ഉപദ്രവത്തെ ഏറ്റുവാങ്ങുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ഭക്തനായിരുന്നു ഈ വൃത്രാസുരൻ. ആ ചിത്രകേതുവാണ് വൃത്രാസുരനായിട്ട് വന്നതേ. അപ്പം അതിൽ മറ്റൊന്ന് ധരിക്കാനില്ലല്ലോ. അങ്ങനെ ഭഗവാനെ പ്രാപിച്ചു. ജന്മജന്മാന്തര സ്മൃതി നാരായണ പരായണത്വത്തിന് ഉപാധിയാകുന്നതിൻ്റെ കഥകളാണ് ഇവിടെ നമ്മൾ കേട്ടത്. ഈ കഥാചിന്തനം നമ്മുടെ ചിത്തവൃത്തികളെ ആത്മോന്മുഖമാക്കുന്നതിന്, നാരായണോന്മുഖമാക്കുന്നതിന് മേൽക്കുമേൽ സഹായിക്കുമാറാകട്ടെ. അതിന് ഗുരുപരമ്പരയും സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവും അനുഗ്രഹം ചൊരിയുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ 2 ആഖ്യാനങ്ങളും ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.